സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വംശീവിഭൂഷിതകരാത് നവനീരദാഭാത് പീതാംബരാദരുണബിംബഫലാധരോഷ്ടാത് പൂർണേന്ദുസുന്ദരമുഖാദരവിന്ദനേത്രാത് കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. പരിപാവനമായ ഈ സത്രവേദിയിൽ എല്ലാ വർഷവും പുതിയ വിഷയങ്ങളുടെ പഠനത്തിനും മനനത്തിനുമൊക്കെ നമുക്ക് അവസരമൊരുക്കുന്ന ഈ പുണ്യ സങ്കേതത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാർക്കും വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കട്ടെ. കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭാഗവത ജിജ്ഞാസുക്കളായി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ പ്രണാമങ്ങൾ. ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ 1.25 മണിക്കൂർ സമയം നമുക്ക് ചിന്തിക്കുവാനായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന വിഷയം പ്രഹ്ലാദൻ്റെ ദൃഢഭക്തിയെക്കുറിച്ചാണ്. വാസ്തവത്തിൽ നരസിംഹാവതാരത്തിൻ്റെ മാനസികമായ പക്വതയിലേക്ക് പ്രപഞ്ചത്തെ മുഴുവനും ആവാഹിച്ച ആ മഹത്തായ അവതാരപൂർണതയിലേക്ക് ഭക്തന്റെ മനസ്സിനെ പടിപടിയായി ഉയർത്തിക്കൊണ്ടുള്ള രചനാവൈഭവമാണ് ഋഷി കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ദൃഢഭക്തിയുള്ള ഒരു മനസ്സിനു മാത്രമേ, അചഞ്ചലമായ ഭക്തിയുള്ള ഒരു മനസ്സിനു മാത്രമേ എന്തൊക്കെ നിരന്തരമായ പ്രശ്നങ്ങളുണ്ടായാലും, എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും അതിലൊക്കെ ചലിക്കാത്ത ദൃഢമായ ഭക്തിയുള്ള ഒരു മനസ്സിന് മാത്രമേ, അത്തരത്തിലുള്ള ഒരു മനസ്സിൽ മാത്രമേ വാസ്തവത്തിൽ അവതാരങ്ങൾ സംഭവിക്കുകയുള്ളൂ. ഭക്തന്റെ കാത്തിരിപ്പാണ്, അല്ലെങ്കിൽ ഭക്തന്റെ ഭക്തിയുടെ ദൃഢീകരണമാണ്, നീതീകരണവും ലോകത്തോടുള്ള പ്രഖ്യാപനവുമാണ് വാസ്തവത്തിൽ അവതാരങ്ങൾ. ഈ പ്രപഞ്ചത്തിൽ മുഴുവനും ഭഗവതംശം എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം, തൻ്റെ വിഭൂതികൾ ഉള്ളിടത്തെല്ലാം തൻ്റെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്നു എന്ന് ഭക്തനിലൂടെ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് വാസ്തവത്തിൽ അവതാര സങ്കല്പത്തിലൂടെ നടത്തുന്നത്, നിർവഹിക്കപ്പെടുന്നത്. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഓരോരോ കാലഘട്ടങ്ങളിൽ, ഓരോ ഭാവങ്ങളിൽ വാസ്തവത്തിൽ സംഭവിക്കുന്ന അവതാരങ്ങൾ ഭഗവാന്റെ വിഭൂതികൾ ഉള്ളിടത്തെല്ലാം, ഭഗവാനെ സ്മരിക്കുന്ന ഭക്തസമൂഹം ഉള്ളിടത്തെല്ലാം അവതാരങ്ങൾ സംഭവിക്കുന്നു എന്ന് നാം നേരത്തെ സൂചിപ്പിച്ച മാതിരി ഭഗവാനിലുള്ള ഭക്തന്റെ അചഞ്ചലമായ ഭക്തിയുടെ ദൃഢീകരണമാണ്, നീതീകരണമാണ് വാസ്തവത്തിൽ അവതാരങ്ങളിലൂടെ സംഭവിക്കുന്നത്. അത്തരത്തിലുള്ള ഭക്തചരിതങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഭഗവാൻ എന്ന പരപുരുഷനിലേക്ക് ഭക്തന്റെ മനസ്സിനെ പടിപടിയായി ഉയർത്തുന്ന വളരെ മനോഹരമായ ചിന്തോദ്ദീപകമായ രചനാവൈഭവം ശ്രീമദ് ഭാഗവതകാരൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിനു മുൻപുള്ള ഓരോ ഭാഗങ്ങളിലും ഭക്തചരിതങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് ഒരു അറിയാനൂലുകൊണ്ട്, ഭക്തിയുടെ ദൃഢമായ പാശം കൊണ്ട് ഭഗവാനിലേക്ക് ഉപനയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നരസിംഹാവതാരമാണ്. നരസിംഹാവതാരത്തിന്റെ പ്രൗഢിയും ഗാംഭീര്യവുമൊക്കെ വാസ്തവത്തില് മനുഷ്യന്റെ അല്പമായ ചിന്തയ്ക്കോ
നമ്മുടെ സങ്കുചിതമായ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനങ്ങളെ കൊണ്ടോ ഉൾക്കൊള്ളാവുന്നതല്ല വാസ്തവത്തിൽ നരസിംഹാവതാരത്തിന്റെ പ്രൗഢഗംഭീര ഭാവങ്ങൾ. ഈ പ്രപഞ്ചം മുഴുവനും നടുങ്ങുന്ന രീതിയിലുള്ള അലർച്ചയുമായി, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംഹരിക്കുന്നതിനുള്ള ഊർജവുമായി, ഈ പ്രപഞ്ചത്തെ മുഴുവനും ഉൾക്കൊള്ളുന്ന മഹത്തായ ശരീരവുമായി ഭഗവാൻ ഭക്തനിലേക്ക് സംഭവിക്കുമ്പോൾ, ഭഗവാൻ ലോകത്തിലേക്ക് സംഭവിക്കുമ്പോൾ, ഭഗവത് വിഭൂതി മനുഷ്യന്റെ പരിമിതമായ ചിന്താ സങ്കുചിതത്വങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത വിധം അഭൗമമായ ഒരു സങ്കല്പ പൂർണതയിലേക്ക് സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് സഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദശാങ്കുലം എന്ന വേദ പുരുഷ സൂക്ത സങ്കല്പത്തെ മത്സ്യാവതാരത്തിലൂടെയും കൂർമാവതാരത്തിലൂടെയും ഒക്കെ കടന്ന് പ്രപഞ്ചവ്യാപിയായ ഒരു വലിയ തത്വത്തിലേക്ക് ഭക്തന്റെ മനസ്സിനെ ക്രമേണ ഉയർത്തുമ്പോൾ നരസിംഹാവതാരത്തിന്റെ ദാർശനിക പൂർണതയും നരസിംഹാവതാരത്തിന്റെ അത്ഭുത ഗരിമകളും ഒരു ഭക്തൻ വാസ്തവത്തിൽ തിരിച്ചറിയണമെങ്കിൽ അവന് പ്രഹ്ലാദന്റേതുപോലുള്ള ദൃഢമായ ഭക്തി വേണം. ഈ നരസിംഹാവതാരം സംഭവിച്ചു നിൽക്കുന്ന പ്രപഞ്ചഗ്രാഹകമായ ഭഗവാന്റെ അത്ഭുത വിഭൂതികൾ സംഭവിച്ചു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഓടിയെടുക്കുവാനായി പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപതേ സർവാമയാത് പാഹിമാം എന്ന് മേൽപ്പത്തൂര് പ്രാർത്ഥിച്ചതുപോലെ പ്രഹ്ലാദന്റെ നിഷ്കളങ്കതയുണ്ടെങ്കിലേ ഈ വലിയ ഭീമാകാരമായ പ്രപഞ്ചഗ്രാഹകമായ തത്വത്തെ ഉൾക്കൊള്ളുന്നതിന് സാധിക്കുകയുള്ളൂ. കാരണം അണോരണീയാൻ മഹതോ മഹീയാൻ, അണുവിലും അണുവും മഹത്തിലും മഹത്തുമായ ചൈതന്യം അത് സംഭവിക്കുന്ന ആ നിമിഷത്തിൽ പ്രഹ്ലാദന്റെ മനസ്സിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഇത്ര വിസ്തരിച്ച് നരസിംഹാവതാരത്തിന് നമ്മയൊക്കെ മാനസികമായി പക്വതപ്പെടുത്തുന്നത്. ശ്രീമദ് ഭാഗവതത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്തെന്നോണം ഉപനിബന്ധനം ചെയ്തിരിക്കുന്ന പ്രഹ്ലാദ കഥ കാലങ്ങളായി ഭാരതത്തിലെ മനസ്സുകളെയൊക്കെ എപ്പോഴും പ്രചോദിപ്പിച്ചിട്ടുള്ള കഥയാണ്. കുട്ടിക്കാലം മുതലേ നമ്മൾ കേട്ട് വളർന്ന കഥകളാണ് ധ്രുവനും പ്രഹ്ലാദനുമൊക്കെ. ഭാരതത്തിലെ ഏതൊരമ്മയുടെ മനസ്സിലും അസുരകുമാരനായിരുന്നിട്ടുകൂടി ഹിരണ്യകശിപുവിന്റെ മകനായിരുന്നു എന്നിട്ടുകൂടി നമുക്ക് പ്രഹ്ലാദനോട് എന്തെന്നില്ലാത്ത വാത്സല്യമുണ്ടായത്, ധ്രുവനോട് നമ്മുടെ കുട്ടിയാണ് എന്ന രീതിയിലുള്ള വാത്സല്യമുണ്ടായത് അവർ ഭക്താഗ്രേസരന്മാരായിരുന്നത് കൊണ്ടാണ്. ഞാൻ ശ്രീമദ് ഭാഗവതം ഇവിടെ ഇരിക്കുന്ന ഏതാണ്ട് എല്ലാവർക്കും തന്നെ നിത്യ പാരായണത്തിന്റെയും മനനത്തിന്റെയും ഭാഗമായതുകൊണ്ട് ഓരോ കഥാഭാഗങ്ങളിലൂടെയും കടന്നു പോകുന്നില്ല. മറിച്ച് പ്രഹ്ലാദ കഥ നമുക്ക് തരുന്ന, നമ്മെ മാനസികമായി എങ്ങനെ നരസിംഹാവതാരത്തിലേക്ക് പക്വതപ്പെടുത്തുന്നു എന്ന് മാത്രം ഒട്ടൊന്ന് ചെറിയ സമയം കൊണ്ട് ചിന്തിച്ചു പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ധ്രുവ പ്രഹ്ലാദ കഥകളിലെ ഒരു താദാത്മ്യം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, രാജകുമാരന്മാർക്ക് പിൽക്കാലത്ത് രാജ്യാവകാശം കൈയാളേണ്ടുന്ന, സമൂഹത്തെ നയിക്കേണ്ടുന്ന രാജകുമാരന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തതാണ്, അല്ലെങ്കിൽ രാജകുമാരന്മാരുടെ ജീവിതത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ളതാണ് ഈ രണ്ട് കഥകളും. അതുകൊണ്ട് തന്നെ ഇതിന്റെ വേദാന്തത്തിന്റെ ഗഹന തത്വങ്ങളിലേക്ക് ചിന്തിക്കുന്നതിനു മുൻപ് വളരെ ഭൗതികമായ അർത്ഥത്തിൽ പ്രഹ്ലാദ ധ്രുവ കഥകളെ പഠിച്ചാൽ, അല്ലെങ്കിൽ അതുപോലുള്ള ധാരാളം കഥകളെ പഠിച്ചാൽ, പൃഥുവിന്റെ കഥയൊക്കെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന, ചിന്തിക്കേണ്ടുന്ന ഒരാശയമുണ്ട്. അത് ശ്രീമദ് ഭാഗവതം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രമീമാംസയുടേതാണ്.
ഭാഗവതത്തിനൊരു പൊളിറ്റിക്കൽ റീഡിംഗ് ഉണ്ട് എന്ന്, ഭാഗവതത്തിനൊരു രാഷ്ട്രതന്ത്രപരമായ വായനയുണ്ട് എന്ന് പലപ്പോഴും ഭക്തസമൂഹത്തിന് തോന്നാനിടയില്ല. പക്ഷേ ഭാരതത്തിലെ ഋഷീശ്വരന്മാർ ഭക്തിയുടെ രാഷ്ട്രമീമാംസയെ പറ്റി, ഒരു സുഘടിതമായ രാഷ്ട്രനിർമ്മിതിക്ക് ദൃഢഭക്തിയുള്ള വ്യക്തികൾ ആവശ്യമാണെന്നും ദൃഢവിശ്വാസമുള്ള അചഞ്ചലമായ ആത്മവീര്യമുള്ള വ്യക്തികൾ ആവശ്യമാണെന്നും അത്തരം വ്യക്തികൾ സൃഷ്ടിക്കുന്ന സമൂഹം മാത്രമേ ആദർശശാലിയായ രാഷ്ട്രത്തിലേക്ക് ഉയരുകയുള്ളൂ എന്നും ചിന്തിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ദൃഢമായ ഭക്തി ചരിതം പ്രഹ്ലാദനെ പോലുള്ള ഒരു രാജ്യഭാരം കൈയാളേണ്ടുന്ന രാജകുമാരനിലൂടെ അവതരിപ്പിച്ചത്. അതായത് ധ്രുവമായ ഭരണം കൈവന്നത്, നീതിയുക്തമായ ഭരണം കൈവന്നത്, എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് ഒരു സമാജത്തിനു മുഴുവനും ആനന്ദം നൽകുന്ന രീതിയിലുള്ള പ്രഹ്ലാദന്റെ ഭരണം നടന്നു വന്നത് ഹിരണ്യകശിപുവിന്റെ അധാർമിക ഭരണത്തിൽ നിന്നും ഒരു സമാജത്തെ ആകമാനം പുനരുദ്ധരിച്ച് അവിടെ വാസ്തവത്തിൽ ഭാഗവത ധർമ്മം അനുഷ്ഠിക്കുന്ന ഒരു സമാജത്തെയാണ് ശ്രീമദ് ഭാഗവതകാരൻ വിഭാവനം ചെയ്തത്. അതുകൊണ്ട് തന്നെ ശ്രീമദ് ഭാഗവതത്തിലെ പല ഭക്തചരിതങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നാം നേരത്തെ സൂചിപ്പിച്ച വേനൻ എന്ന സമൂഹത്തിന് നാശമുണ്ടാക്കുന്ന ഒരു ഭരണാധികാരിയെ നിഷ്കാസനം ചെയ്യുന്നതിന് അവിടെ ഇടപെട്ടത്, ഒന്ന് ആലോചിച്ച് നോക്കൂ. രാഷ്ട്രത്തിന്റെ ഭരണ സംവിധാനത്തിൽ, അതും രാജഭരണ സമ്പ്രദായത്തിൽ, ഇന്നു നമുക്ക് ജനാധിപത്യമാണെന്നും ജനങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ടെന്നെങ്കിലും വിചാരിക്കാം. പക്ഷേ ഒരു കാലത്ത് രാജഭരണം നടന്നിരുന്ന ഒരു സമൂഹത്തിൽ ദൃഢമായ ഭരണനിർവഹണം നടത്തുന്നതിന് ഭരണയന്ത്രത്തെ അധാർമികമായി കൊണ്ടു നടന്നിരുന്ന വേനനെതിരായി അവിടെ ശക്തമായി ഇടപെട്ടത് അവിടുത്തെ ഋഷിമാരായിരുന്നു. ഋഷിമാരുടെ നേതൃത്വത്തിൽ സംഘം കൂടുകയും വേനന നിഷ്കാസനം ചെയ്തുകൊണ്ട് അവിടെ പൃഥുവിന്റെ ധാർമ്മിക ഭരണം, ഭാഗവതന്റെ ഭരണം നടപ്പാക്കുകയും ചെയ്തു. ധ്രുവകഥയിലായാലും നാം ഇപ്പോൾ കാണുന്ന പ്രഹ്ലാദ കഥയിലായാലും ഹിരണ്യകശിപു എന്ന അധാർമികന്റെ ഭരണം നിർവഹിക്കപ്പെട്ടിരുന്ന കാലത്ത് ബ്രഹ്മാവിൽ നിന്നും 4-ാം അധ്യായം തുടങ്ങുന്നത് അങ്ങനെയാണ്. ഇന്ന് രാവിലെ നിർത്തിയതിന്റെ അടുത്ത ഭാഗം, ബ്രഹ്മാവിൽ നിന്നും വരം സമ്പാദിച്ച ഒരു തപസ്സിനൊരു ഫലമുണ്ട്. ഏതൊരാൾ തപസ്സു ചെയ്താലും, ഏതൊരാൾ ദൃഢമായ വിശ്വാസത്തോടു കൂടിയിട്ട് തപസ്സു ചെയ്താലും അതിന് വരം കൊടുക്കാതിരിക്കാൻ ഭഗവാന് സാധിക്കില്ല. അതുകൊണ്ടാണ് ബാണന്റെ തപസ്സിന്റെ ഫലം കൊണ്ടാണ് കൃഷ്ണനോട് യുദ്ധം ചെയ്യുവാൻ, ബാണാസുരനു വേണ്ടി കൃഷ്ണനോട് യുദ്ധം ചെയ്യുവാൻ സാക്ഷാൽ ശ്രീപരമേശ്വരൻ തന്നെ വന്ന കഥ നമുക്കറിയാം. അങ്ങനെ ബ്രഹ്മാവിൽ നിന്നും വരം ലഭിച്ച ഹിരണ്യകശിപു താൻ അജയ്യനായി, തനിക്ക് ഈ പ്രപഞ്ചത്തിൽ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ അജയ്യനായി അസുരൻ ചെയ്ത ദിഗ്ജയത്തിന്റെ ഒരു ഭീതിതമായ ചിത്രമാണ് പ്രഹ്ലാദ കഥ തുടങ്ങുന്നതിന് മുൻപ് അവതരിപ്പിക്കുന്നത്. അസുരന്റെ ദിഗ്ജയം, അധാർമികന്റെ ദിഗ്ജയം ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. ഈ പുരാണ കഥാപാത്രത്തിന്റെ ഹിരണ്യകശിപു ചെയ്ത ദിഗ്ജയത്തിനു സമാനമായ ദിഗ്ജയ ചരിത്രങ്ങൾ ലോക ചരിത്രം ധാരാളം കണ്ടിട്ടുണ്ട്. ഒരു ഹിറ്റ്ലറെ പോലെയൊക്കെയുള്ള അധാർമിക ഭരണാധിപനുണ്ടാകാവുന്ന ചില വരദാനങ്ങൾ, ചില സൗകര്യങ്ങൾ ഇവിടെ കാലങ്ങൾക്കിപ്പുറത്തും പ്രസക്തമായ ഒരാശയത്തെയാണ് പ്രഹ്ലാദ കഥയ്ക്ക് മുന്നോടിയായി ഹിരണ്യകശിപു നടത്തിയ ബ്രഹ്മാവിൽ നിന്നുള്ള വരത്തെയും ബ്രഹ്മാവിൽ നിന്നും വരം ലഭിച്ച് അഹങ്കാരിയായി തീർന്ന ഈ ഹിരണ്യകശിപു നടത്തിയ ദിഗ്ജയത്തെയും സൂചിപ്പിക്കുന്നത്. അതായത് ധർമ്മപക്ഷത്തു നിന്നുകൊണ്ട് നടത്തുന്ന ദിഗ്ജയവും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ സത്രവേദിയില് ഞാൻ രാജസൂയം എന്ന വിഷയമാണ് അവതരിപ്പിച്ചത് എന്ന് തോന്നുന്നു. രാജാക്കന്മാർ മുഴുവൻ നിർവഹിക്കാറുള്ളതാണ് ഈ ദിഗ്ജയം.
അതിനൊരു ഒരു വലിയ വിശാലമായ അർത്ഥസാധ്യതയുണ്ട്. ഇവിടെ ദിഗ്ജയം സാധിക്കാനായി പുറപ്പെട്ടത് പ്രപഞ്ചം മുഴുവൻ നടന്നുകൊണ്ട്, ഭൂമി മുഴുവൻ നടന്നുകൊണ്ട് അടക്കി ഭരിച്ച് സ്വർഗവും പാതാളവും ഒക്കെ തന്റെ കീഴിലാക്കി അടക്കി ഭരിച്ചത് ഒരു അധാർമികനായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും ഭീതിതമായ ഒരു ചിത്രം ശ്രീമദ് ഭാഗവതകാരൻ സൂചിപ്പിക്കുന്നു. ദേവലോകം മുഴുവനും അധീനതയിലായി യാഗയജ്ഞാദികളിലൂടെ നടത്തപ്പെട്ടിരുന്ന ഇവിടുത്തെ ധർമ്മ സംസ്ഥാപനം, വൈദികമായ സംസ്കൃതിയുടെ ഒരു അനസ്യൂതമായ ഗതിയിൽ ആരിടപെട്ടു? ഈ അധർമ്മിയായ ഭരണാധിപൻ ഇടപെട്ടു. നമ്മൾ കാണുന്നുണ്ട് ഒരു സംസ്കാരം അനസ്യൂതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ സംസ്കാരത്തെ മുന്നോട്ട് നയിക്കുന്ന ചില സങ്കല്പനങ്ങളാണ്. ഭാരതത്തിന്റെ സനാതനമായ സംസ്കൃതിയിലും ഈ സങ്കല്പനങ്ങൾ ഉണ്ടായിരുന്നു, ഈ പ്രവൃത്തി ഉണ്ടായിരുന്നു. യാഗവും യജ്ഞവും തുടങ്ങി ധർമ്മത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനുള്ള മനുഷ്യരുടെ കളക്റ്റീവ് കോൺഷ്യസ്നസ്, ഒരു സമൂഹ മനസ്സ് ഒരുമിച്ച് ചേരുന്ന ചില ധർമ്മപ്രവൃത്തികൾ ഉണ്ടായിരുന്നു. ഈ ധർമ്മപ്രവൃത്തികളിൽ ഒരു അധാർമികന്റെ കയ്യിൽ, കള്ളന്റെ കയ്യിൽ, കൊലപാതകയുടെ കയ്യിൽ കത്തി കിട്ടിയാൽ, ഒരു വൈദ്യന്റെ കയ്യിൽ കത്തി കിട്ടിയാൽ എങ്ങനെ മാനസികമായ പരിപക്വത നേടിയ ഒരാൾക്ക് ലഭിക്കുന്ന വരം അയാൾ പ്രയോജനപ്പെടുത്തുമെന്നും, ഒരു അധർമ്മിക്ക് ഭസ്മാസുരനും ലഭിച്ചിട്ടുണ്ട് വരം. അസുരന്മാർക്ക് മുഴുവൻ വരം ലഭിച്ച കഥ നമുക്കറിയാം. ഇങ്ങനെയുള്ള പുരാണങ്ങളിലെ അസുര വരകഥകളിലൂടെ പുരാണകാരന്മാർ കാലങ്ങൾക്കിപ്പുറത്തേക്ക് ഇന്നത്തെ ചിന്തിക്കുന്ന സമൂഹത്തിന് ഇട്ടുകൊടുക്കുന്ന ആശയം, ഒരാൾ തീവ്രമായി ഒരു കർമ്മം ചെയ്താൽ അതിന് ഫലമുണ്ടാവാതെ പറ്റില്ല. അത് പ്രകൃതിയുടെ നിയമമാണ്. തപസ് ഒരേ ലക്ഷ്യത്തിലേക്കുള്ള തീവ്രമായ കർമ്മമാണെങ്കിൽ തപസ്സിന് ഫലമുണ്ടാവാതെ വയ്യ. ആ തപസ്സിന്റെ ഫലം ഹിരണ്യകശിപുവിനെ പോലെ സംസ്കൃതമായ മനസ്സില്ലാത്ത ഒരാൾക്ക്, ചിന്തയുടെ എല്ലാ തരത്തിലുള്ള ചിന്തയുടെ മാലിന്യങ്ങളും അടിഞ്ഞ ഒരു മനസ്സിന് കിട്ടുന്ന വരം, അതെന്തുമായിക്കോട്ടെ, അധികാരമായിക്കോട്ടെ, പവർ ആയിക്കോട്ടെ, പവർ ലഭിക്കുന്നത് ഒരു സംസ്കൃതമായ മനസ്സിന് ഉടമയ്ക്കല്ലെങ്കിൽ അയാൾ ആ രാജ്യത്തെ എത്രമാത്രം അധപ്പതിപ്പിക്കുമെന്ന് നമുക്കറിയാം. ഇവിടെ ഈ ഹിരണ്യകശിപുവിന് കിട്ടിയ വരം കൊണ്ട് ഇന്ദ്രൻ, വരുണൻ തുടങ്ങിയ ലോകത്തിന്റെ സ്ഥിതിപാലകന്മാരായവർ മുഴുവനും, ലോകത്തിന്റെ സ്ഥിതിയെ പാലിക്കുന്ന, മഴയിലൂടെയും വെയിലിലൂടെയും ഒക്കെ ലോകസ്ഥിതി പാലകന്മാരെല്ലാവരും ഭയന്നുകൊണ്ടാണ്, ഹിരണ്യകശിപുവിനെ ഭയന്നുകൊണ്ടാണ് അവരുടെ കർമ്മങ്ങൾ നിർവഹിച്ചു പോരുന്നത് എന്ന ഭാഗവത കൽപ്പന കാലങ്ങൾക്കിപ്പുറത്തേക്ക് നമുക്ക് തരുന്ന ആശയം. അധർമ്മിയുടെ കയ്യിൽ കിട്ടുന്ന വര അനുഗ്രഹ ശക്തികൾ ലോകത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടും. ഒരേ ശാസ്ത്രത്തിന്റെ തത്വം കൊണ്ടാണ്, നിഗ്രഹാനുഗ്രഹശീലങ്ങളുണ്ട് ശാസ്ത്രത്തിന്. ഒരേ ശാസ്ത്രത്തിന്റെ ശാസ്ത്രകാരന്മാർ തപസ് പോലെ ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഫലം കൊണ്ടാണ് ലോകത്തെ മുഴുവനും അണുബോംബെന്ന വിപത്തിലേക്ക് പോലും മാറ്റിയത്. ഒരേ ശാസ്ത്രത്തിന്റെ നിഗ്രഹശക്തിയാണ്. അതാണ് ഇവിടെ വരമെന്നും ശാപമെന്നും അനുഗ്രഹമെന്നുമുള്ള 3 ബിംബങ്ങളെ കൊണ്ട്, കൽപ്പനകളെ കൊണ്ട്, പുരാണങ്ങളിൽ മുഴുവനും കാണുന്ന ഈ 3 ബിംബകൽപ്പനകളെ കൊണ്ട് ഋഷി കാലത്തോട് പറഞ്ഞു വെച്ചത്, അധർമ്മിക്ക് ലഭിക്കുന്ന വരം സമൂഹത്തിന്റെ പാതകത്തിനു വേണ്ടി അവൻ മാറ്റി തീർക്കുമെന്നും അതിനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, അധർമ്മിക്ക് ലഭിച്ച വരത്തെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ദൈവികമായ ഇടപെടൽ, ഒരു ഭഗവത് ധർമ്മത്തിന്റെ ഇടപെടൽ പ്രതീക്ഷിക്കണമെന്നുമാണ്. അങ്ങനെയാണ് ഹിരണ്യകശിപുവിന്റെ അധാർമിക ഭരണം കൊടികുത്തി വാഴുന്ന ലോകം മുഴുവൻ ഹിരണ്യകശിപുവിന്റെ ഒരു ധാർഷ്ട്യ പ്രകടനം കൊടികുത്തി വാഴുന്ന ഒരു കാലത്താണ് ശ്രീമദ് ഭാഗവതകാരൻ സൂചിപ്പിക്കുന്നുണ്ട്. യഥോപജോഷം ഭുഞ്ചാന അപി അജിതേന്ദ്രിയഃ ന അതൃപ്യത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാം ഇന്ദ്രിയങ്ങളുടെ സന്തോഷത്തിനനുസരിച്ച് എല്ലാ സൗഭാഗ്യങ്ങളും ഈ അധർമ്മിയായ
ഹിരണ്യകശിപുവിന് ലഭിച്ചുവെങ്കിലും അജിതേന്ദ്രിയനായതുകൊണ്ട് അയാൾക്കൊന്നിലും തൃപ്തി ഉണ്ടായിരുന്നില്ല. എല്ലാ സന്തോഷങ്ങളും ലഭിച്ചെങ്കിലും അജിതേന്ദ്രിയനായ അയാൾക്ക് ഒന്നിലും തൃപ്തി ഉണ്ടാവാതെ ഐശ്വര്യമത്തനും ഗർവിഷ്ഠനും ശാസ്ത്രപന്ഥാവിൽ നിന്നും വ്യതിചലിച്ചു നടക്കുന്നവനുമായി ഹിരണ്യകശിപുവിന്റെ അധാർമിക ഭരണത്തിന് തടയിട്ടുകൊണ്ടാണ് പ്രഹ്ലാദൻ എന്ന അദ്ദേഹത്തിന്റെ ഹളാദൻ, അനുഹളാദൻ, പ്രഹ്ലാദൻ തുടങ്ങിയ 4 വളരെ ഭംഗിയുള്ള കുട്ടികൾക്ക് പ്രാസം ഒപ്പിച്ച് പേരിടുന്നത് പോലെ 4 മക്കളുണ്ടാവുന്നതും ഈ ഹിരണ്യകശിപുവിന്റെ ദുർഭരണത്തിൽ അച്യുതനെ ശരണം പ്രാപിച്ച പ്രപഞ്ചസ്ഥിതിയെ നിയന്ത്രിക്കുന്നതിന്. അപ്പൊ പ്രപഞ്ചത്തിൽ എപ്പോഴൊക്കെ ഈ കഥകൾ മുഴുവനും ഹിരണ്യകശിപുവിനെയും പ്രഹ്ലാദനെയും പോലുള്ള കഥാപാത്രങ്ങളെ മുഴുവൻ മാറ്റി നിർത്തിയാലും ഇതിന് പ്രസക്തി ഉണ്ടാവുന്നത് ഈ ഹിരണ്യകശിപുവിന്റെ ദുർഭരണത്തിൽ മനം നൊന്ത പ്രപഞ്ചസ്ഥിതി പാലകന്മാരെല്ലാവരും അച്യുതനെ ശരണം പ്രാപിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ തുഭ്യം പുരുഷായ മഹാത്മനെ എന്ന് സ്തുതിച്ചുകൊണ്ട് പ്രപഞ്ചസ്ഥിതി കർത്താവായ സാക്ഷാൽ ഭഗവാനോട് ഈ അവ്യവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തണം. പ്രപഞ്ചം മുഴുവനും ഇയാളെ ഭയക്കുന്നു, ഈ അവ്യവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയും അതിന്റെ ഫലമായിട്ടാണ് പ്രഹ്ലാദൻ അദ്ദേഹത്തിന്റെ സ്വന്തം കുടുംബത്തിൽ തന്നെ തന്റെ പുത്രനായി പ്രഹ്ലാദനും അനുഹളാദനും സംഹളാദനും ഹളാദനും 4 പുത്രന്മാരിൽ പ്രഹ്ലാദൻ ജനിക്കുന്നത്. പ്രഹ്ലാദനെ ആദ്യമായി അവതരിപ്പിക്കുന്നത് തന്നെ കഥ പറയുന്നത് വളരെ രസകരമായ രീതിയിലാണ്. അദ്ദേഹത്തിന്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴത്തെ വൃത്താന്തം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ്. പ്രഹ്ലാദൻ താൻ എങ്ങനെ ഇതുപോലെ ആയി എന്ന് ചോദിച്ചതിനുള്ള വൃത്താന്തം കുറച്ചുകൂടി നാടകീയമായിട്ട്, ഇത് കഥാരചനയുടെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. അങ്ങനെ പ്രഹ്ലാദൻ ജനിക്കുന്നു. പ്രഹ്ലാദൻ ജനിക്കുന്നത് ഹിരണ്യകശിപു എപ്പോഴാണോ ഹരിദ്വേഷം കൂടുതലായി അദ്ദേഹത്തിന് ഉണ്ടാവുന്നത് അതിനൊരു സന്ദർഭം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രഹ്ലാദൻ ജനിക്കുന്നത്. അങ്ങനെ പ്രഹ്ലാദനെ വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്നുണ്ട്. പ്രഹ്ലാദന്റെ ശീല സ്വഭാവങ്ങളെ കൊണ്ട് ബ്രഹ്മണ്യ ശീലസമ്പന്ന സത്യസന്ധോ ജിതേന്ദ്രിയ എന്ന് തുടങ്ങുന്ന ഭാഗവത ശ്ലോകത്തിലൂടെ ശീലസമ്പന്നനും ജിതേന്ദ്രിയനും സത്യസന്ധനുമായിട്ടൊക്കെ തന്നെയാണ് പ്രഹ്ലാദന്റെ ജന്മം ഉണ്ടാവുന്നത്. കാരണം ഒരു അസുരക്കൂട്ടത്തിൽ കണ്ടു പഠിക്കുന്നത് മുഴുവനും എല്ലാ ദിവസവും ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സജ്ജന സംസർഗം അദ്ദേഹത്തിന് ഉണ്ടാവുന്നില്ല. അദ്ദേഹം കണ്ടു പഠിക്കുന്നത് മുഴുവനും ആസുരികതയുടെ കരാള ശക്തികളാണ്. ഇവിടെ അസുര ജന്മം എന്ന് പറഞ്ഞാൽ, അസുരക്കൂട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ജനവിഭാഗം ഉണ്ടായിരുന്നത് നമ്മൾ ആലോചിക്കേണ്ട. അങ്ങനെ ഒരു ജനവിഭാഗം ഉണ്ടായിക്കോട്ടെ, ഇല്ലാതിരുന്നോട്ടെ, എന്തായാലും അസുരക്കൂട്ടത്തിനുള്ളിലേക്ക് അവരുടെ ആസുരികതയുടെ കുലാന്തകനായി, അവിടെ ഭഗവത് ധർമ്മം നടപ്പാക്കുന്നതിനായി ആസുരികതയ്ക്കുള്ളിൽ ഭാഗവത ധർമ്മം നടപ്പാക്കുന്നതിനായി പ്രഹ്ലാദന്റെ ഉദയമുണ്ടാവുകയാണ്. നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ കാലം കാത്തിരുന്ന, അധർമ്മം അങ്ങ് കൊടികുത്തി വാഴുന്ന ഒരു കാലത്ത്, എല്ലായിടത്തും അധർമ്മം മാത്രം നിലനിൽക്കുന്ന ഒരു സമാജത്തിലാണ്, ഒരു മനസ്സുകൾക്കുള്ളിലാണ് വാസ്തവത്തിൽ അവതാരങ്ങൾ സംഭവിക്കുന്നത്. അത് പുരാണങ്ങളിൽ പറഞ്ഞതുപോലെ ദിവ്യവിഭൂതികളോടെ മാത്രമായിക്കൊള്ളണമെന്നില്ല. ജനങ്ങളെ മുഴുവനും ധാർമ്മികമായി സമുദ്ധരിക്കുന്ന ഒരു ചാലക ശക്തിയായി മനുഷ്യ മനസ്സ് എവിടെയൊക്കെ ഒന്നുചേരുന്നുവോ അവിടെ സംഭവിക്കുന്നത് എന്റെ വിഭൂതികളാണ് എന്ന ഭഗവാന്റെ നീതീകരണമുണ്ട്, പ്രഖ്യാപനമുണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചത്. സത്യസന്ധനായ ജിതേന്ദ്രിയനായ, വാസ്തവത്തിൽ വളരെ രസകരമായി തോന്നും, ഇന്നത്തെ ഒരു വിദ്യാർത്ഥികളോട് നമ്മൾ പ്രഹ്ലാദ കഥ പറഞ്ഞ് അവതരിപ്പിക്കുകയാണെങ്കിൽ, ഒരു പുതിയ തലമുറയോട് പ്രഹ്ലാദന്റെ കഥ പറഞ്ഞ് അവതരിപ്പിക്കുകയാണെങ്കിൽ, പ്രഹ്ലാദനെ ശ്രീമദ് ഭാഗവതത്തിൽ വർണ്ണിക്കുന്ന വളരെ മനോഹരമായ ചില ഭാഗങ്ങളുണ്ട്. പ്രഹ്ലാദൻ മുതിർന്നവരോട് എങ്ങനെയായിരുന്നു? പ്രഹ്ലാദൻ തന്റെ ഗുരുക്കന്മാരോട് വിനയത്തോടെ നമസ്കരിക്കുന്ന പ്രകൃതം, രോഗികളോട് അനുകമ്പയോടുകൂടി പെരുമാറുന്ന പ്രകൃതം,
അങ്ങനെ അവതരിപ്പിക്കുന്നത് തന്നെ അസുരകുലത്തിനേക്കുള്ളിലേക്ക് ഒരു വെള്ളി നക്ഷത്രത്തെ അവതരിപ്പിക്കുകയാണ്, ഒരു പൊൻതാരകത്തെ അവതരിപ്പിക്കുകയാണ്, ഒരു ജാജ്വല്യമാനമായ ഒരു ദിവ്യ വ്യക്തിത്വത്തെ അവതരിപ്പിക്കുകയാണ് അസുരകുലത്തിനുള്ളിലേക്ക് ഇവിടെ ശ്രീമദ് ഭാഗവതകാരൻ. ഭാഗവത ധർമ്മം ഉടൽ പൂണ്ടമാതിരി, ഭാഗവത ധർമ്മം ജീവിതത്തിന്റെ ഓരോ അണുവിലും, ശരീരത്തിലെ ഓരോ സിരകളിലും, ഓരോ നാഡീഞരമ്പുകളിലും ഭാഗവത ധർമാനുഷ്ഠാനം നൽകിയ ആത്മവീര്യവുമായിട്ടാണ് പ്രഹ്ലാദൻ അവതരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഥ നമുക്കെല്ലാവർക്കും അറിയാം. അടിക്കടി ഉണ്ടായിക്കൊണ്ടിരുന്ന, നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും പീഡനങ്ങളിലുമൊക്കെ ആത്മവിശ്വാസത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് ഇത് ഭഗവാന്റെ മായയാണ്, മായാവിയായ മായാവിനോദനായ ഭഗവാൻ കാട്ടുന്ന അത്ഭുതങ്ങളാണ് എന്ന് ധൈര്യപൂർവം പ്രഹ്ലാദന് ചിന്തിക്കുവാൻ സാധിച്ചത് ഈ ഒരു ജന്മനാ ഉണ്ടായിരുന്ന, സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടാവാതെ ജന്മനാ ഉണ്ടായിരുന്ന ഭഗവാനിലുള്ള ദൃഢമായ വിശ്വാസമാണ്. അതിന്റെ കാരണം നമുക്കറിയാം. വളരെ പ്രസിദ്ധമായ ഒരു വലിയ ദേവന്മാരുടെ ആക്രമണമുണ്ടായ സമയത്ത് എല്ലാവരും ഓടി രക്ഷപ്പെടാൻ വേണ്ടി തത്രപ്പാടിൽ എവിടേക്ക് ഓടി രക്ഷപ്പെടുമെന്നറിയാതെ ഓടുന്ന ഈ നാട്ടിലുണ്ടായ ആക്രമണ സമയത്ത് നാരദൻ പ്രഹ്ലാദന്റെ അമ്മയായ ഹിരണ്യകശിപുവിന്റെ അസുരപ്രമാണിയായ ഹിരണ്യകശിപുവിന്റെ ഭാര്യയെ നാരദൻ സംരക്ഷിക്കുകയും തന്റെ ആശ്രമത്തിൽ അവർക്ക് എല്ലാ സൗകര്യങ്ങളും നൽകിക്കൊണ്ട് ഗർഭിണിയായ ഹിരണ്യകശിപുവിന്റെ പത്നിയെ സംരക്ഷിക്കുകയും അവർക്ക് തന്റെ ഉള്ളിലിരിക്കുന്ന പുത്രന് വേണ്ടിയിട്ട് ധർമാചരണത്തെക്കുറിച്ച്, വേദവേദാന്തവേദ്യനായ ഭഗവത് മഹിമകളെക്കുറിച്ച്, ഭഗവാന്റെ വിഭൂതികളെക്കുറിച്ച്, ഭാരതത്തിന്റെ സനാതനമായ ജ്ഞാനസംഹിതകൾ അവർക്ക് ഗർഭാവസ്ഥയിലിരിക്കുന്ന കുട്ടിക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. ശ്രീമദ് ഭാഗവതത്തിലും നമ്മുടെ പുരാണങ്ങളിലുമൊക്കെ ഇതുപോലുള്ള ധാരാളം ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഗർഭാവസ്ഥയിൽ അഷ്ടാവക്രന്റെ കഥയൊക്കെ നമുക്കറിയാം. ഉള്ളിലിരുന്നു കൊണ്ട് പഠിച്ച അഷ്ടാവക്രനും അഭിമന്യുവിന്റെ കഥയും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒന്നിലധികം സമാന സ്വഭാവങ്ങളുള്ള ദൃഷ്ടാന്തങ്ങൾ പുരാണകാരന്മാർ അവതരിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ ജന്മം എന്ന് പറയുന്നത് മാതൃഗർഭത്തിലിരിക്കുമ്പോഴേ ആരംഭിച്ചിരിക്കുന്നു. മാതൃഗർഭത്തിനുള്ളിൽ അമ്മയുടെ സങ്കല്പത്തിൽ അവൻ ഉരുവം കൊള്ളുന്ന കാലം മുതലേ ഒരു വ്യക്തിയുടെ സംസ്കാരാചരണം ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ ഷോഡശ സംസ്കാരങ്ങൾ മുഴുവൻ വിധിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അതായത് കേവലം ഒരു യാദൃച്ഛികമായ പിറവിയല്ല ഭാരതത്തിന്റെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ എന്നത്. ഇവിടെ അതിനുള്ള ഉദാഹരണങ്ങൾ ഈ അധ്യായത്തിൽ തന്നെ ധാരാളം പറയുന്നുണ്ട്. യാദൃച്ഛികമായ ഒരു പിറവിയല്ല മനുഷ്യജന്മം, മറിച്ച് ഇതൊരു വലിയ പരമ്പരയുടെ ഭാഗമാണ്. ഒരു വലിയ പരമ്പരയുടെ ഭാഗമായി ഈ സമയ കാലങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു നിമിഷ ബിന്ദുവിൽ ഭുജാതനായ മനുഷ്യൻ അവന്റെ ധർമാചരണത്തിന്റെ ഭാഗമായി നിർവഹിക്കേണ്ടുന്ന ഒരു വലിയ ഉത്തരവാദിത്തവുമായാണ് ഭൂമിയിൽ വന്നു പിറക്കുന്നത്. അപ്പോൾ ആ ജന്മത്തിന് ജീവിക്കുവാൻ അനുയോജ്യമായ സാഹചര്യങ്ങൾ അവൻ തന്നെ ആ കർമ്മവിഭാഗം കൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് അസുരകുലത്തിൽ ജനിച്ചിട്ടും ദുർമാർഗിയായ അധർമ്മിയായ ഹിരണ്യകശിപുവിന്റെ പുത്രനായി ജനിച്ചിട്ടും പ്രഹ്ലാദന് യാതൊരു തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാതിരുന്നിട്ടും അചഞ്ചലമായ ഭഗവത് ഭക്തി പ്രഹ്ലാദൻ ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ളത് അങ്ങനെയാണ്. എന്തായാലും നാരദന്റെ ഉപദേശം അമ്മ ആ അവസരം കഴിഞ്ഞപ്പോൾ മറന്നുപോയി. അവരുടെ മനസ്സിലെ അതുണ്ടായിരുന്നില്ല. കാരണം അത് അവർക്ക് വേണ്ടി ആയിരുന്നില്ല ഉപദേശിച്ചിരുന്നത്. അവർ കേവലം ഒരു ഉപകരണം മാത്രമായി നിലകൊണ്ടു. മറിച്ച് അത് മുഴുവനും സ്വാംശീകരിച്ചത് ഇന്നും അമ്മമാരൊക്കെ വാസ്തവത്തിൽ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഓരോ പെൺകുട്ടികളും ഏറ്റവും ശക്തമായി സമാജഹിതത്തിനു വേണ്ടി എനിക്ക് ഒരു പുതിയ തലമുറയുടെ സൃഷ്ടിയുടെ ഭാഗമാവണം,
ഈ രാജ്യത്തെ, ഋഷിമാരുടെ സങ്കല്പധന്യതയിൽ വളർന്നു വന്ന ഈ രാഷ്ട്രത്തെ ധാർമ്മികമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആത്മവീര്യമുള്ള പുത്രന്മാർക്ക്, ആത്മവീര്യമുള്ള ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കണമെന്ന് അമ്മമാർ ധന്യതയോടെ സ്മരിക്കേണ്ട ചരിതമാണ് വാസ്തവത്തിൽ പ്രഹ്ലാദ ചരിതം. അങ്ങനെ നാരദൻ ഉപദേശിച്ചത് മുഴുവനും തന്റെ സംസ്കാരത്തിന്റെ ഭാഗമായി ഈ പുത്രൻ സ്വാംശീകരിക്കുകയും അങ്ങനെ പ്രഹ്ലാദന് ഈ സംസ്കാരം മുഴുവൻ ഉണ്ടാവുകയും ചെയ്തു എന്ന് പറയുന്നു. എന്തായാലും ഹിരണ്യകശിപുവിന്റെ അസുരക്കൊട്ടാരത്തിലേക്കാണ്, ആസുരികത ചുറ്റും നടമാടുന്ന ഒരു ലോകത്തിലേക്കാണ് പ്രഹ്ലാദൻ വന്ന് സംഭവിച്ചത്. എന്തിനു വേണ്ടിയിട്ട്? നരസിംഹാവതാരത്തിന് പശ്ചാത്തലമൊരുക്കുവാൻ. അതുകൊണ്ട് തന്നെ പ്രഹ്ലാദ ചരിതം ശ്രവിക്കുമ്പോൾ, പ്രഹ്ലാദന്റെ ദൃഢഭക്തിയെക്കുറിച്ച് ശ്രവിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, മനനം ചെയ്യുമ്പോൾ നരസിംഹാവതാരത്തിന് മാനസികമായി പക്വത ഒരുക്കുക എന്ന, നരസിംഹാവതാരത്തിനുള്ള മുന്നൊരുക്കം, സൂര്യന് അരുണോദയം പോലെ നരസിംഹാവതാരം സംഭവിക്കാനിരിക്കുന്നതിനുള്ള മുന്നൊരുക്കമായിട്ടാണ് അസുരകുലാന്തകനായി ആസുരികതയുടെ മനസ്സിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആസുരികതകളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രഹ്ലാദൻ സംഭവിക്കുന്നത്. അങ്ങനെ സ്വാഭാവികമായ കഥയുടെ ഭാഗമായിട്ട് പ്രഹ്ലാദനെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും ഹിരണ്യകശിപുവിനെ ഭയപ്പെട്ടിരിക്കുകയാണ്. ഒരു ഏകഛത്രാധിപതിയുടെ, ഒരു സ്വേച്ഛാധിപതിയുടെ, ചരിത്രത്തിൽ നാം കണ്ടുമറന്ന ഹിറ്റ്ലറെയൊക്കെ പോലുള്ള ഒരു സ്വേച്ഛാധിപതിയുടെ എല്ലാ സ്വഭാവങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ അങ്ങ് അടക്കി ഭരിച്ചു കളയാം, ഇവിടെ നിലനിന്നിരുന്ന സനാതനമായ ധർമ്മസംഹിതകളെ മുഴുവനും അങ്ങില്ലാതാക്കി കളയാമെന്ന് ഒരു അസുരൻ ചിന്തിച്ചു തുടങ്ങുമ്പോൾ, ഇത് സനാതനമാണ് എന്ന് നമ്മൾ പറയുന്നത്, ഈ സംസ്കാരം സനാതനമാണ് എന്ന് നമ്മൾ പറയുന്നത്, ഇന്നും നമ്മൾ ഇതുപോലുള്ള അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത്. പലപ്പോഴും മുതിർന്നവർ രണ്ടുപേർ ഒരുമിച്ച് കൂടിയാൽ നമുക്ക് സംസാരിക്കാനുള്ളത് ഈ നാട് ഇങ്ങനെയൊക്കെ ആയി പോയല്ലോ എന്നാണ്. എല്ലാ മേഖലകളിലും സംഭവിക്കുന്ന ധർമ്മച്യുതി, എല്ലാ മേഖലകളിലും സംഭവിക്കുന്ന അധാർമികതയുടെ നടമാടൽ, ഇതൊക്കെ പുരാണകാലം സംസാരിച്ചിരുന്ന ഭാഷ ഹിരണ്യകശിപുവിന്റെ ഭാഷയായിരുന്നുവെങ്കിൽ, യാഗം മുടക്കി, യജ്ഞാദികൾ ഇല്ലാതായി, ജനങ്ങൾക്ക് ധർമ്മമാചരിക്കാൻ പറ്റാതായി എന്നൊക്കെയാണ് പുരാണം എഴുതി വച്ചിരുന്ന ഭാഷയെങ്കിൽ, ആധുനിക കാലവും ഇതിനെഴുതി വയ്ക്കുന്ന കൃത്യമായ ഇന്നിന്റെ ഭാഷയുണ്ട്. നമ്മളെല്ലാവരും ഓരോ നിമിഷവും ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വർത്തമാന സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയെ കുറിച്ചാണ്. അപ്പൊ ഒന്ന് നമുക്ക് മനസ്സിലാകാം, മൂല്യച്യുതി ഈ കാലഘട്ടത്തിന്റെ മാത്രം പ്രത്യേകതയായിരുന്നില്ല. മൂല്യച്യുതി എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അന്നുമുണ്ടായിരുന്നു മൂല്യങ്ങൾ അനുസരിക്കാത്തവർ, അന്നുമുണ്ടായിരുന്നു ആസുരിക മനസ്സുള്ളവർ. അല്ലാതെ നമ്മള് കഥാപാത്രങ്ങളെ കാണുന്നത് പോലെ കൊമ്പും ദംഷ്ട്രവും വച്ചവര് മാത്രമായിരുന്നില്ല ആസുരന്മാർ. ഹിരണ്യകശിപുവിന്റെ ആസുരികത സൂചിപ്പിക്കുന്നത് ചരിത്രത്തിന് പിന്നാമ്പുറത്തു നിന്നും ഹിരണ്യകശിപുവിന്റെ ആസുരികത നമുക്ക് തരുന്ന സമകാലിക ജീവിത പാഠം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആസുരിക ശക്തികൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് സമൂഹത്തെ പ്രജ്ഞാ പൗരുഷത്തിലേക്ക് നയിക്കാൻ പ്രഹ്ലാദനെ പോലെ ദൃഢവ്രതനായ, പ്രഹ്ലാദന്റെ ദൃഢഭക്തി എന്ന് പറയുന്നത് ദൃഢവ്രതത്വമാണ്. അചഞ്ചലമായ ആത്മവിശ്വാസത്തിന്റെ ദൃഢവ്രതത്വത്തെയാണ് പ്രഹ്ലാദന്റെ ദൃഢഭക്തി സൂചിപ്പിക്കുന്നത്. എന്തായാലും പ്രഹ്ലാദനെ വിദ്യാഭ്യാസം ചെയ്യിക്കുവാനായിട്ട് ഹിരണ്യകശിപുവിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപന മേധാവികളുടെ അടുത്ത് തന്നെയാണ് കൊണ്ടുപോയി ആക്കിയത്. അതുകൊണ്ട് തന്നെ അവന് കൊടുക്കുന്ന വിദ്യാഭ്യാസവും ഒരു തലമുറയെ സൃഷ്ടിക്കേണ്ട വിദ്യാഭ്യാസം, ഇതൊക്കെ ചരിത്ര വസ്തുതകളിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നുണ്ട്. ഒരു തലമുറയെ മാനസികമായി അടിമത്വത്തിലേക്കും അധപ്പതനത്തിലേക്കും നയിക്കണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം അവന് കൊടുക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ്. ഒരുപക്ഷെ പാശ്ചാത്യർ ഭാരതത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചതും
ചിരപുരാതനമായ ഒരു സംസ്കാരത്തെ കരുത്തോടെ ആത്മവീര്യത്തോടെ നിലനിർത്തിയിരുന്ന നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിക്കു പകരം ബോധപൂർവം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്, പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവന്റെ അധികാര കയ്യൂക്കുകൊണ്ട് നമ്മളൊക്കെ അനുസരിക്കാൻ ശ്രമിച്ചത്, വാസ്തവത്തിൽ നമ്മെ അധമത്വത്തിലേക്കും ചിന്താസങ്കുചിതത്വത്തിലേക്കും നമ്മൾ ഒന്നുമല്ലാത്തവരാണ് എന്ന് ചിന്തിക്കുന്ന വിദ്യാഭ്യാസത്തിലേക്കുമാണ്. ഇതുതന്നെയാണ് ഇവിടെ ഹിരണ്യകശിപു നടപ്പാക്കിയ വിദ്യാഭ്യാസ പദ്ധതി. എല്ലാവരും പേടിക്കുകയാണ് അയാളെ. അതുകൊണ്ട് തന്നെ തന്റെ ആശയങ്ങൾ, തന്റെ ശത്രുവാണ് ഹരി, ജ്യേഷ്ഠനെ കൊന്നവൻ, തന്റെ ശത്രുവായ മഹാവിഷ്ണുവിനെ എതിർക്കുക, സംസ്കാരത്തെ എതിർക്കുക എന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ് അദ്ദേഹം നടപ്പാക്കിയത്. മകന് കൊടുക്കാൻ ശ്രമിച്ചതും അതുതന്നെയാണ്. അങ്ങനെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പ്രഹ്ലാദനെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നു. പ്രഹ്ലാദനെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്ന ഹിരണ്യകശിപുവിന്റെ ചിത്രവും വിദ്യാഭ്യാസത്തിന്റെ ഇടയ്ക്കൊക്കെ വെച്ച് അച്ഛൻ കുട്ടിയെ കാണാൻ പോകും. സ്നേഹപൂർവം തന്റെ പുത്രനാണ്, തന്റെ കുലത്തെ നയിക്കേണ്ടവനാണ്, തന്റെ അതേ ആസുരികത പിന്തുടർന്നുകൊണ്ട് സമൂഹത്തെ നയിക്കേണ്ടവനാണ് തന്റെ പുത്രൻ എന്ന സ്നേഹത്തോടു കൂടിയിട്ട് പുത്രനെ ആലിംഗനം ചെയ്തുകൊണ്ട്, ആട്ടെ നീ എന്തൊക്കെയാ പഠിച്ചേ സ്കൂളിൽ പോയിട്ട്, നീ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും ഇത്രയും കാലം വിദ്യാഭ്യാസം നേടിയിട്ട് കുട്ടി എന്തൊക്കെയാണ് പഠിച്ചത്? പ്രതീക്ഷകളോടെയായിരിക്കും അച്ഛൻ ചോദിക്കുന്നത്. കാരണം അച്ഛൻ നടപ്പാക്കാൻ ശ്രമിച്ച കൃത്യമായ ഹരിവിദ്വേഷത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതിയുണ്ട്. ഹരിവിദ്വേഷത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഇത്ര വർഷം കഴിഞ്ഞ് പഠനത്തിന്റെ ഇടയ്ക്കുള്ള ഒരു ഇടവേളയിൽ പുത്രനെ ആശ്ലേഷിച്ചുകൊണ്ട് കുട്ടി നീ എന്തൊക്കെ പഠിച്ചു എന്ന് ചോദിക്കുമ്പോ ഗുരുക്കന്മാർ ബോധപൂർവം പഠിപ്പിച്ച പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളിൽ നിന്നൊക്കെ വിപരീതമായിട്ട് പ്രഹ്ലാദൻ വളരെ ദൃഢവിശ്വാസത്തോടു കൂടിയിട്ട് ഉത്തരം പറഞ്ഞത്, അച്ഛാ, ലോകത്തിന്റെ ക്ഷണികമായ വിഷയങ്ങളിലൊക്കെ മനസ്സ് മുഴുകിയിരിക്കുന്ന ഒരാൾക്ക് ഈ ലോകത്തിന്റെ സ്വഭാവം ഇതൊക്കെയാണ്. ഈ ക്ഷണികമായ ഇന്ന് നിലനിന്ന് നാളെ നശിക്കുന്ന വിഷയങ്ങളിൽ മനസ്സ് മുഴുകിയിരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ഒരു കാലത്തും സ്വസ്ഥതയുണ്ടാവുകയില്ല. അവർ എക്കാലത്തും ലോകത്തിലെ സന്തോഷങ്ങൾക്കും സമ്പത്തുകൾക്കും ലോകത്തിൽ നിന്നും സന്തോഷം കിട്ടുന്ന വസ്തുക്കൾക്കും പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കും. 10 കിട്ടുമ്പോൾ 100 മതി എന്ന് വിചാരിക്കുന്ന, ശതമാകിൽ സഹസ്രം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന ധാരാളം പേരെ അച്ഛാ ഞാൻ ലോകത്ത് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവനെ ഞാൻ വേദനയോടെ തിരിച്ചറിയുന്നു. അവന് സ്വസ്ഥത എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു കാലത്തും ഉണ്ടാവുകയില്ല. കാരണം അവൻ ആശ്രയിക്കുന്ന വസ്തുവിന്റെ സ്വഭാവം അനിത്യമാണ്. അവൻ ആശ്രയിക്കുന്ന വസ്തു കുറച്ചു കാലത്തേക്ക് മാത്രം സുഖം തരുന്ന വസ്തുവാണ്. ആത്യന്തികമായി സുഖം തരുന്ന ഭഗവത് സ്വരൂപത്തെ വിട്ടിട്ട് ആത്യന്തികമായി എന്നും സുഖം തരുന്ന ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിനെ വിട്ടിട്ട്, ഗുരുക്കന്മാർ പറഞ്ഞ ഉദാഹരണം പറഞ്ഞു കേട്ടിട്ടുണ്ട്. പട്ടി എല്ലിന്റെ കഷ്ണം കടിച്ച് സന്തോഷിക്കുമ്പോ ആ ശുനകന്റെ അവന്റെ നാവിൽ നിന്ന് തന്നെ വരുന്ന രക്തത്തിന്റെ സ്വാദാണ് അവൻ അനുഭവിക്കുന്നത് എന്നറിയാതെ അതിൽ സന്തോഷിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടി വളരെ യുക്തിയുക്തമായി, 5 വയസ്സോ 6 വയസ്സോ ഉള്ള കുട്ടി വളരെ യുക്തിയുക്തമായി പറഞ്ഞു, അച്ഛാ, അങ്ങനെയുള്ളവരെ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. അതിൽ വിപരീതമായി അച്ഛനോടൊരു പറച്ചിലുമുണ്ട്, അങ്ങ് തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നിലനിർത്തുന്ന ഈ സമ്പത്തും സുഖവും സന്തോഷവും ഒക്കെ ഇല്ലേ, അതൊന്നും അങ്ങേക്ക് ഒരു കാലത്തും സ്ഥിരമായ സന്തോഷം തരാൻ പോകുന്നില്ല. അങ്ങ് നേടിയിരിക്കുന്ന പദവി, അങ്ങ് നേടിയിരിക്കുന്ന സമ്പത്ത്, അങ്ങിപ്പോൾ നേടിയെന്ന് അഭിമാനിക്കുന്ന, ലോകത്തിന്റെ മുഴുവൻ ജേതാവ് എന്ന് അഭിമാനിക്കുന്ന ഈ സന്തോഷമില്ലേ, അങ്ങ് ഈ സന്തോഷം കെട്ടിപ്പടുത്തിരിക്കുന്നത്, അങ്ങ് ഈ സുഖം കെട്ടിപ്പടുത്തിരിക്കുന്നത്, അങ്ങ് ഈ സാമ്രാജ്യം കെട്ടിപ്പടുത്തിരിക്കുന്നത്, അങ്ങ് അങ്ങയുടെ ജീവിതത്തിൽ സുഖമെന്ന് കരുതുന്ന പലതും കെട്ടിപ്പടുത്തിരിക്കുന്നത് നശ്വരമായ കുറെ വസ്തുക്കളുടെ മുന്നിലാണ്. അതുകൊണ്ട്
അതൊന്നും ഒരു കാലത്തും സന്തോഷം തരാൻ പോകുന്നില്ല എന്ന് വളരെ ചിരിച്ചുകൊണ്ട് ഈ കൊച്ചുകുട്ടി എവിടം വരെ നീ പഠിച്ചു എന്നതിന് മറുപടിയായി ഉത്തരം നൽകി. ഹിരണ്യകശിപു ആകെ അസ്വസ്ഥനായി. കാരണം താൻ നടപ്പാക്കുന്ന വിപരീത വിദ്യാഭ്യാസ പദ്ധതി, ഹരിദ്വേഷം എന്ന താൻ നടപ്പാക്കിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമാക്കി താൻ വളർത്തിക്കൊണ്ടുവന്ന തന്റെ ഈ കുഞ്ഞ്, അതും 5 വയസ്സോ 6 വയസ്സോ മാത്രം പ്രായമുള്ള ഈ പിഞ്ചു പൈതൽ അച്ഛന്റെ മുഖത്ത് നോക്കി അഭിമാനപൂർവ്വം പറയുകയാണ്, അങ്ങീ കെട്ടിപ്പടുത്തത് മുഴുവനും വെറും നാളെ നശിച്ചു പോകുന്ന ബുദ്ബുദവത് ക്ഷരം എന്ന് ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്. ബുദ്ബുദം പോലെ, ജലത്തിലെ കുമിളകൾ പോലെ നശിച്ചു പോകുന്നതാണല്ലോ ഒരു നിമിഷത്തെ സൗന്ദര്യത്തിൽ നിലനിന്ന് അടുത്ത നിമിഷത്തിൽ നശിച്ചു പോകുന്ന കേവലം ചില വസ്തുക്കളാണല്ലോ അച്ഛാ എന്ന് ഈ കുട്ടിയുടെ നാവിൽ നിന്ന് കേട്ടപ്പോ ഹിരണ്യകശിപുവിന് ഒട്ടും സഹിക്കാനായില്ല. വളരെ ക്രുദ്ധനായിട്ട് ഗുരുക്കന്മാരെ മുഴുവൻ വിളിച്ച്, ഗുരുക്കന്മാരോട് മുഴുവൻ ക്രുദ്ധനായിട്ട്, ഇതൊക്കെയാണോ നിങ്ങൾ ഇവനെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ശക്തമായി ശകാരിച്ചു. അപ്പൊ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണ് ശകാരിക്കുന്നത്. ആ സമൂഹത്തെ മുഴുവനും വിപരീത നയത്തിലൂടെ വിദ്യാഭ്യാസം ചെയ്യിച്ച് ഹിരണ്യാനുയായികളാക്കി മാറ്റാൻ, സംസ്കാര വിരുദ്ധന്മാരാക്കി മാറ്റാൻ നടപ്പാക്കിയ വിദ്യാഭ്യാസ പദ്ധതി തന്റെ മകനിൽ തന്നെ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു എന്നു കണ്ട് ക്രുദ്ധനായ ഹിരണ്യകശിപു ഗുരുക്കന്മാരെ മുഴുവൻ വിളിച്ച് ശാസിച്ചു. അവരാകെ അത്ഭുതപ്പെട്ടു പോയി. അവർ ഈ കുട്ടിയുടെ അടുത്ത് പോയി പറഞ്ഞു, ശുക്രാചാര്യരുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സർവകലാശാലയെ പോലെ പ്രൗഢനായ ശുക്രാചാര്യരുടെയും മക്കളുടെയും നേതൃത്വത്തിലുള്ള അസുര വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നടപ്പാക്കിക്കൊണ്ടിരുന്നത്. ഈ അസുര വിദ്യാഭ്യാസത്തിന്റെ 5 വയസ്സുള്ള ഈ സന്തതിയിൽ നിന്നും കേട്ട വാക്കുകൾ വളരെ ക്രുദ്ധനാക്കി. എല്ലാവരെയും വിളിച്ച് ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കിയിട്ടും എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ എൻ്റെ മകൻ പോലും ഇങ്ങനെയായി വരുന്നു എന്ന് വളരെ ക്രോധത്തോടുകൂടി ഹിരണ്യകശിപു സംസാരിക്കുകയും ഹിരണ്യകശിപുവിന് ഈ തൻ്റെ ക്രോധം മുഴുവനും അധ്യാപകരോട് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അധ്യാപകർ നിസ്സഹായരായിട്ട് പറഞ്ഞു, ഞങ്ങളിതൊന്നുമല്ല ഈ കുട്ടിയെ പഠിപ്പിച്ചത്, ഞങ്ങൾ അങ്ങ് പറഞ്ഞു തന്ന കൃത്യമായ പാഠങ്ങളാണ് ഈ കുട്ടിയെ പഠിപ്പിച്ചത്. അപ്പൊ ഒന്ന് മനസ്സിലാക്കാം, ഈ പഠിപ്പിച്ചതല്ല ഈ കുട്ടിയുടെ ഉള്ളിലിരിക്കുന്നത്, ഇവനിൽ അനാദികാലം മുതലേ ഇവന്റെ പിന്തുടർച്ചയായ, ഇവന്റെ ഉള്ളിൽ ദൃഢമായിരിക്കുന്ന ഹരിഭക്തിയുടെ ബീജങ്ങൾ. അത് സാഹചര്യം കൊണ്ടുണ്ടാവുന്നതല്ല. പ്രഹ്ലാദൻ ഗുരുക്കന്മാരോട് പറയുന്നുണ്ട്, അതൊരാൾ ഉണ്ടാക്കിയാൽ ഉണ്ടാവുന്നതല്ല, അതൊരാൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതുമല്ല. ഏതൊക്കെ സമ്പ്രദായങ്ങൾ കൊണ്ടുവന്നാലും സനാതനമായ ചിലതുണ്ടിവിടെ. അടിക്കടിയുണ്ടായ വിദേശാക്രമണങ്ങളിലും അടിക്കടിയുണ്ടായ ഭീഷണികളിലും ഒക്കെ ഈ സംസ്കാരം ഇന്നും ഇതുപോലെയെങ്കിലും അവശേഷിക്കുന്നുവെങ്കിൽ കാലത്തിന്റെ പ്രവാഹത്തിന്, വിധ്വംസക ശക്തികളുടെ പ്രവാഹത്തിനൊക്കെ തടുക്കാൻ പറ്റാത്ത സംസ്കാരത്തിന്റെ, ആധ്യാത്മികതയുടെ, സനാതനമായ ഭാരതീയ ചിന്താ പദ്ധതിയുടെ ഒരു ഊർജധാര നാം അറിയാതെ ഇവിടെയൊക്കെ പ്രവഹിക്കുന്നുണ്ട്. ഇതുപോലുള്ള സത്സംരംഭങ്ങളിൽ, സത്സംഗങ്ങളിൽ നമ്മളൊരു വലിയ രാഷ്ട്രീയ പ്രകടനങ്ങൾക്കുള്ളതുപോലെ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ആൾക്കാരുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട. മറിച്ച് ക്രിയാത്മകമായി ചിന്തിക്കുന്ന ഒരു ന്യൂനപക്ഷം, ചുറ്റുപാട് നിന്നും നമുക്ക് വലിയ പ്രോത്സാഹനമൊന്നും കിട്ടുന്നില്ലെങ്കിലും ഒത്തുചേരാൻ തയ്യാറാവുന്നു എന്നത് ഈ സനാതനമായ സംസ്കാരം ഉണ്ടാക്കി കൊടുക്കേണ്ടതല്ല, അതൊരു സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടാവേണ്ടതല്ല. ഉള്ളിൽ ഈ അറിവിനു വേണ്ടിയുള്ള നിരന്തരമായ വാഞ്ഛയുണ്ടെങ്കിൽ. അമ്മ സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവി അമ്മ പറയാറുള്ളൊരു ഉദാഹരണമുണ്ട്. ഒരു പാത്രത്തില് രണ്ട് പാത്രങ്ങളിൽ ഒന്നിൽ കൽക്കണ്ടമിട്ട് വെച്ചു, മറ്റൊന്നിൽ ഇന്ദുപ്പിട്ട് വെച്ചു. രണ്ടും പുറത്തുനിന്ന് കണ്ട ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാറിപ്പോയി, എഴുതിയപ്പോ മാറിപ്പോയി. കൽക്കണ്ട പാത്രത്തിന്റെ മുകളിൽ എഴുതിയത് ഇന്ദുപ്പ് എന്നായിപ്പോയി. നമ്മളാരും കൽക്കണ്ടം ആവശ്യമായി വന്നാൽ
പേരും കൂടി എഴുതി ഒട്ടിച്ച സ്ഥിതിക്ക് ആ പാത്രം പോയി എടുത്തുകൊണ്ടുവരില്ല, അത് തുറന്നു നോക്കില്ല. പക്ഷേ ഒരാളത് കണ്ടുപിടിക്കും. പാത്രം മുഴുവനും ഇന്ദുപ്പിട്ട് വെച്ചിട്ട് അതിനുള്ളിൽ ഒരു കൽക്കണ്ടം ഇട്ട് വെച്ചാലും കുറച്ചു കഴിയുമ്പോൾ ഒരു ഉറുമ്പ് പതുക്കെ അങ്ങോട്ട് പോകുന്നത് കാണാം. പുറകെ ഒരു 19 ഉറുമ്പുകളെയും പിന്നാലെ വിളിച്ചു കൊണ്ടുപോകുന്നത് കാണാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ കൃത്യമായി ഉറുമ്പ് പോയി തനിക്ക് ആവശ്യമുള്ളത് എടുത്തുകൊണ്ട് തിരിച്ചു വരുന്നത് കാണാം. ഇതവന്റെ ഉള്ളിൽ സഹജമായുള്ള സംസ്കാരമാണ്. ജിജ്ഞാസയുടെ അടങ്ങാത്ത, തനിക്ക് അറിയണമെന്ന മോഹമുള്ള ഒരാൾക്ക് അയാളെ ഏതൊക്കെ വിപരീത സാഹചര്യങ്ങളിൽ കൊണ്ടുചെന്നിട്ടാലും തൻ്റെ ജീവിതത്തിൽ അനിവാര്യമായത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന ഉദാഹരണം കൂടിയാണ് പ്രഹ്ലാദ കഥ നമ്മെ പഠിപ്പിക്കുന്നത്. എന്തായാലും അധ്യാപകരെ മുഴുവനും ഹിരണ്യകശിപു ശക്തമായി ശാസിക്കുകയും അധ്യാപകർ ആകപ്പാടെ കുഴപ്പത്തിലാവുകയും ചെയ്തു. അധ്യാപകരെ ശുക്രാചാര്യർ വിളിച്ച് ശാസിച്ചു. അവരാകെ ഭീഷണിയിലും മുങ്ങിപ്പോയി. കാരണം അവരൊക്കെ ഈ അധികാരവർഗത്തിന്റെ, ലോകത്തെപ്പോഴും കാണുന്നതാണത്, അധികാരം കൈയാളുന്നവന്റെ മുന്നിൽ അറിവ് തോൽക്കുന്ന ചരിത്രം പലപ്പോഴും ലോക ചരിത്രം സാക്ഷിയായിട്ടുണ്ട്. അറിവിനെ മുഴുവനുമായും നിയന്ത്രിക്കുന്ന പവർ, ശക്തി, അധികാര ശക്തി ലോക ചരിത്രത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സ്വതന്ത്രമായി അറിവ് കൈകാര്യം ചെയ്യുന്നവരെ വിലക്കെടുക്കുന്ന അധികാര ശക്തിയെയാണ് നാം ഇവിടെ കണ്ടത്. അവരെല്ലാവരും പിന്നീട് പ്രഹ്ലാദനെ വളരെ ശക്തമായി ശ്രദ്ധിച്ചു പഠിപ്പിച്ചു തുടങ്ങി. ഇങ്ങനൊരു അബദ്ധം ഈ കുട്ടിയുടെ നാവിൽ നിന്നും ഇനി ഉണ്ടാകരുത്. ഇനി വിദ്യാഭ്യാസ അനന്തരം ഈ കുട്ടിയെ അച്ഛൻ്റെ അടുത്ത് ഹാജരാക്കുമ്പോൾ ഇങ്ങനൊരു അബദ്ധം ഈ കുട്ടിയുടെ നാവിൽ നിന്നുണ്ടാകരുത്. നീ ഇതൊക്കെ എങ്ങനെയാ പഠിച്ചതെന്ന് ചോദിച്ചാ സാക്ഷാൽ ഭഗവാന്റെ വിഭൂതികളല്ലേ അച്ഛാ ഇതൊക്കെ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഈ കുട്ടിയെ ഇനി മാറ്റരുത്. കാരണം അധികാരത്തിന്റെ സ്വാദ് നുണഞ്ഞ് അധികാരത്തിൽ അതിൽ ഭ്രമിച്ചുപോയ അറിവിന്റെ വിനിമയക്കാരെയാണ് നാം കാണുന്നത്. ഈ പ്രഹ്ലാദ കഥയെ ഇത്തരത്തിൽ ഇതൾ വിരിച്ചു പരിശോധിച്ചാൽ സമകാലിക ജീവിത സാഹചര്യത്തിൽ കൂടി നാം കണ്ടുകൊണ്ടിരിക്കുന്ന പല പൊയ്മുഖങ്ങളെയും നമ്മുടെ മുമ്പിൽ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നവർ, ശാസ്ത്രമേഖലയിൽ കൈകാര്യം ചെയ്യുന്നവർ, ശാസ്ത്രജ്ഞന്മാർ, പരീക്ഷണത്തിൽ നിരന്തരം മുഴുകിയിരിക്കുന്നവരൊക്കെ, അറിവിന്റെ സ്വതന്ത്ര മേഖലകളിൽ വ്യാപരിക്കേണ്ടവരൊക്കെ അധികാരത്തിന്റെ ചട്ടുകങ്ങളായി മാറുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അധികാരം കൊണ്ട് അറിവിനെ വിലക്കെടുക്കുന്ന ലോക സമൂഹത്തെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഇവിടെ ശുക്രാചാര്യന്റെ അറിവിനെ അധികാരം കൊണ്ട് വിലക്കെടുത്ത ഹിരണ്യകശിപുവിന്റെ സർവകാല പ്രസക്തമായ ഒരു ചിന്തയെയാണ് ഇവിടെ ഋഷി പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീമദ് ഭാഗവതം ഒരു കാലഘട്ടത്തിന്റെ കൃതിയല്ല. ശ്രീമദ് ഭാഗവതം ഒരു പാരായണം ചെയ്ത് ഭക്തിപുരസരം പ്രണമിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട കൃതിയല്ല. മറിച്ച് സമാജ ജീവിതം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാലഘട്ടത്തിലും ഇനിയും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന എല്ലാ തരത്തിലുള്ള വ്യക്തി സ്വഭാവങ്ങളെയും, ഒരു പൊളിറ്റീഷ്യന്റെ സ്വഭാവം കാണുന്നുണ്ട്. അധികാരത്തിന് മുന്നിൽ അറിവിനെ അടിയറവ് വെച്ച ഒരു വിദ്യാഭ്യാസ വിചക്ഷണന്റെ സ്വഭാവം നമ്മളിവിടെ ശുക്രാചാര്യരിൽ കാണുന്നുണ്ട്. ഒരു ഏകഛത്രാധിപതിയായ ഒരു സ്വേച്ഛാധിപതിയുടെ സ്വഭാവം നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്ര മീമാംസാപരമായ വായന ശ്രീമദ് ഭാഗവതത്തിന്, പ്രത്യേകിച്ചും രാജകുമാരന്മാരെ ഒരു രാഷ്ട്ര ജീവിതത്തിന് ഒരുക്കുന്ന ഈ പ്രക്രിയകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ശുക്രാചാര്യർ തൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലുള്ളവരെ മുഴുവൻ ശക്തമായി ശാസിക്കുകയും പ്രഹ്ലാദന് കുറച്ചുകൂടി ശ്രദ്ധിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുകയും ചെയ്തു. ഇനിയും ഇവൻ ഈ തെറ്റാവർത്തിക്കരുത് എന്ന് കരുതിയിട്ട്. അങ്ങനെ അവസാനം പ്രഹ്ലാദനെ കൊണ്ടുവരുമ്പോൾ, വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അച്ഛൻ്റെ മുമ്പിൽ അമ്മ ആഭരണങ്ങളൊക്കെ അണിയിച്ച് സന്തോഷത്തോടുകൂടി പ്രഹ്ലാദനെ കൊണ്ടുവരുമ്പോൾ ആണ് പ്രഹ്ലാദനിൽ നിന്നും ഭക്തസമൂഹം, നീ എന്താണ് കുഞ്ഞേ ഇത്ര കാലത്തെ നിന്റെ വിദ്യാഭ്യാസം കൊണ്ട് പഠിച്ചത് എന്ന് ചോദിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ആകത്തുക എന്താണ്, ഒരു വ്യക്തി ജീവിതത്തിലൂടെ ആർജിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ആകത്തുകയായ സംസ്കാരം എന്താണ് എന്ന് അവൻ പറയുന്ന
ഭാഗമാണ് വാസ്തവത്തിൽ ശ്രീമദ് ഭാഗവതത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ, ശ്രീമദ് ഭാഗവതത്തിന്റെ ന്യൂക്ലിയസ് ഇവിടെയാണ്. ശ്രീമദ് ഭാഗവതം എന്ന വിശാലമായ ചിന്താസരണിയായി പരന്നൊഴുകിയ ഗാംഭീര്യങ്ങളുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് നവഥാഭക്തിയാണ്. നവഥാഭക്തിയുടെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് ശ്രീമദ് ഭാഗവതമായി വികസിച്ചത്. അത് വിദ്യാഭ്യാസാനന്തരം ഒരു വ്യക്തി എന്ത് സമാർജിക്കണം എന്ന ഹിരണ്യകശിപുവിന്റെ ചോദ്യത്തിന് ഉത്തരമായി പ്രഹ്ലാദൻ പറയുന്ന ശ്രവണം കീർത്തനം വിഷ്ണു, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം, സഖ്യം ആത്മനിവേദനം എന്ന വളരെ പ്രസിദ്ധമായ ഭാഗവത തത്വസമീക്ഷയായ ഭാഗവതത്തിന്റെ ചിന്താമണ്ഡലത്തെ പൂർണ്ണമായും സ്വാധീനിച്ച നവഥാഭക്തി സ്വരൂപമാണ് പ്രഹ്ലാദൻ പറഞ്ഞത്. ഇങ്ങനെ ഇപ്രകാരം അധോക്ഷജനായ ഭഗവാനിൽ ഉത്കൃഷ്ടമായ ഭക്തിയെ ഉണ്ടാക്കുന്ന, ദൃഢമായ വിശ്വാസത്തെ ഉണ്ടാക്കുന്ന ഭക്തി എന്തോ, ദൃഢമായ വിശ്വാസത്തെ ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസം എന്തോ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഹിരണ്യകശിപു വല്ലാതെ ക്രുദ്ധനായിക്കൊണ്ട്, ഹിതകാരിയാണ് പുത്രൻ, പുത്രൻ എന്താണ് എന്ന് ഹിരണ്യകശിപുവിന്റെ ഒരു ധർമ്മപ്രഭാഷണം ഉണ്ട് അവിടെ. പിതാവിന് ഹിതം ചെയ്യുന്നവനാണ്, പിതാവിന് കൂടെ നിൽക്കുന്നവനാണ് പുത്രൻ എന്നൊക്കെ പറഞ്ഞ് ക്രുദ്ധനായ ഹിരണ്യകശിപു പ്രഹ്ലാദനെതിരായി നടത്തുന്ന ഒരു വലിയ അക്രമ പരമ്പരകളുടെ, ഇവനെ ഇനി സാമദാന ഭേദദണ്ഡങ്ങളിലൂടെ, സാമദാന ഭേദങ്ങളൊക്കെ കഴിഞ്ഞു, ഭീതിതമായ ചില ശിക്ഷാ നടപടികളാണ്. ആനയെ കൊണ്ട് ചവിട്ടിക്കുക, ഭക്ഷണം കൊടുക്കാതിരിക്കുക, മലയുടെ മുകളിൽ നിന്നും താഴേക്ക് വലിച്ചെറിയുക, എങ്ങനെയെങ്കിലുമൊക്കെ ഈ കുട്ടിയുടെ തല തിരിഞ്ഞു പോയതൊന്ന് നേരെയാക്കണം. പഠിപ്പിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും കൂടി പഠിപ്പിച്ച് തന്റെ ശത്രുവിന്റെ കൂട്ടുകാരനായിട്ടാണ് ഇവൻ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവനെ എങ്ങനെയെങ്കിലും ഇവന്റെ തിരിഞ്ഞുപോയ ബുദ്ധിയെ, ഹരിയിലേക്ക് അർപ്പിക്കപ്പെട്ട ബുദ്ധിയെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണമെന്ന് കരുതിയിട്ട് നിരന്തരമായ പീഡനങ്ങൾ. ഇവിടെയൊക്കെ ഈ കഥകളിലേക്ക് നമുക്ക് കടക്കണ്ട, നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രഹ്ലാദന്റെ ദൃഢമായ ആത്മവിഷയാഭക്തി, അവനവന്റെ ആത്മസ്വരൂപത്തിൽ ഉറച്ച ഭക്തി പ്രഹ്ലാദനിലൂടെ, നവഥാഭക്തിയിലൂടെ നമ്മൾ കേട്ടു. ആത്മനിവേദനം എന്ന തലത്തിൽ ഭക്തന്റെ പല തലങ്ങളിൽ നിന്നും, ശ്രവണത്തിലൂടെ, കീർത്തനത്തിലൂടെ, ഭജനത്തിലൂടെ, സഖ്യത്തിലൂടെ, പാദസേവനത്തിലൂടെ, അർച്ചനത്തിലൂടെ, വന്ദനത്തിലൂടെ, ദാസ്യത്തിലൂടെ എങ്ങനെയാണോ ഭഗവാനിൽ നമുക്ക് ഭക്തി ഉറയ്ക്കുന്നത്, നമ്മുടെ മാനസികമായ പക്വതയുടെ അവസ്ഥ ഏതാണോ ആ തലത്തിൽ നിന്നുകൊണ്ട്, അതായത് ഭക്തന്റെ വിശാലമായ ഭൂമികയിലേക്ക് ഭഗവാൻ എല്ലാവരെയും ആകർഷിക്കുകയാണ്. എന്റെ തലം എന്താണ് എന്നറിഞ്ഞുകൊണ്ട് അവിടെ ആ തലത്തിൽ നിന്നുകൊണ്ടുള്ള ഭക്തി നിങ്ങൾക്കാകാം എന്ന് പറയുന്നു. അങ്ങനെ പ്രഹ്ലാദനിലൂടെ ലോകം ശ്രവിച്ച ശ്രീമദ് ഭാഗവതത്തിന്റെ മർമ്മപ്രധാനമായ നവഥാഭക്തി പ്രവചനത്തിനു ശേഷം പ്രഹ്ലാദൻ അടിയുറച്ച ദൃഢഭക്തനാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഹിരണ്യകശിപുവിലൂടെ ധാരാളം പ്രഹരങ്ങൾ ഹിരണ്യകശിപുവിലൂടെ പ്രഹ്ലാദനെ ഭഗവാൻ ഏൽപ്പിക്കുന്നത്. കബീർദാസിന്റെ പ്രസിദ്ധമായ ദോഹയിൽ പറയും, മൺചട്ടി ഉണ്ടാക്കുമ്പോ അതിനെ രൂപപ്പെടുത്തുന്നതിനായിട്ട് കുലാലൻ തന്റെ ചക്രമുണ്ട്, ആ ചക്രത്തിൽ മൺചട്ടി ഉണ്ടാക്കുമ്പോൾ അതിനെ ലോകോപകാരപ്രദമായ ഒരു വസ്തുവായി രൂപപ്പെടുത്തുന്നതിന് ശക്തമായ പ്രഹരങ്ങൾ ഏൽപ്പിക്കും. പക്ഷെ അപ്പോഴും ഒരു കൈ ഉള്ളിൽ പിടിച്ചിട്ടുണ്ടാവും. ഒരു കൈ ഉള്ളിൽ പിടിച്ചുകൊണ്ടേ ഈ പുറമേ ശക്തമായ പ്രഹരങ്ങൾ ഏൽപ്പിക്കുകയുള്ളൂ. ഹേ രോഗാനനു യൂയമേവ സുഹൃത എന്ന് മേൽപ്പത്തൂര് പറഞ്ഞത്, അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ, അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ, അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾ, ഇതൊക്കെ ഒരു ഭക്തന് രൂപപ്പെടാനുള്ള ഏറ്റവും നല്ല അവസരങ്ങളാണ്. കാരണം ലോകത്തിന്റെ മുഴുവൻ ദുഃഖം ഏറ്റെടുക്കുന്നതിനുള്ള മാനസിക പരിപക്വതയിലേക്ക് ഒരു ഭക്തൻ ഉയർത്തപ്പെടണമെങ്കിൽ
അവന് കൃത്യമായ ആത്മസംസ്കരണം നേടിയ ദൃഢബുദ്ധി ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് പ്രഹ്ലാദനീ അനുഭവിച്ച അല്ലെങ്കിൽ ഹിരണ്യകശിപു അവനിൽ ഏൽപ്പിച്ച എല്ലാ തരത്തിലുള്ള പീഡനങ്ങളെയും മനോഹരമായ ഒരു പുഞ്ചിരിയിലൂടെ അതിനെ സഹിക്കുവാൻ ഭഗവാൻ ഉള്ളിൽ കൈപിടിച്ചിട്ടുണ്ടായിരുന്നു, പുറത്ത് പീഡനം സമൂഹത്തിൽ നിന്ന് ഏൽപ്പിക്കുമ്പോഴും. ഇതാണൊരു നമേ ഭക്ത പ്രണശ്യതി എന്ന ഉറപ്പ് നൽകിയിട്ട് ഇത് ഭക്തന് ഭഗവാൻ എക്കാലത്ത് നൽകുന്ന ഗ്യാരണ്ടിയാണ്. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും നിന്നെ ഞാൻ ഇടപെടുത്തി എന്നിരിക്കും, ലോകത്തിലെ എല്ലാ ദുഃഖങ്ങളിലൂടെയും നിന്നെ ഞാൻ സഞ്ചരിപ്പിച്ചു എന്നിരിക്കും, പക്ഷേ അപ്പോഴൊക്കെ ഈ ശക്തമായ സംരക്ഷണ കവചം നിന്റെ കൂടെ ഞാൻ തീർത്തിരിക്കും എന്ന ഉറപ്പ്, ഈ ഉറപ്പ് നൽകിക്കൊണ്ടാണ് പ്രഹ്ലാദനെ കൊണ്ടുവരുന്നത്. പ്രഹ്ലാദന്റെ സംഭാഷണങ്ങളിലൂടെയാണ് ഈ പിയർ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നൊക്കെ ഇന്നത്തെ മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതലായി വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, അധ്യാപകർ ധാരാളം ഉണ്ടാവും ഇവിടെ, വിദ്യാഭ്യാസ വിചക്ഷണന്മാർ പറയുന്ന തന്റെ സമന്മാരുമായിട്ടുള്ള ദൈത്യ ബാലന്മാരുമായിട്ടുള്ള പ്രഹ്ലാദന്റെ സംസാരത്തിലൂടെയാണ് നാടകീയമായ പ്രഹ്ലാദ കഥയുടെ മർമ്മപ്രധാനമായ പ്രഹ്ലാദൻ ചെയ്യുന്ന ധർമ്മോപദേശം. നമ്മൾ ദൈത്യബാലന്മാരാണ്, നമ്മുടെ പ്രകൃതം ആസുരികതയാണ്. അതുകൊണ്ട് തന്നെ നമ്മിൽ അടിയുറച്ച ആസുരികതയുടെ അന്ധതയെ നമ്മൾ ഇല്ലാതാക്കണമെങ്കിൽ കൗമാരേ ആചരേത് പ്രജ്ഞോ ധർമാൻ ഭാഗവതാനിഹ. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ അടിയുറച്ച അന്ധമായ ആസുരികതയുടെ ചെറിയ ബീജത്തെ കൂടി ഇല്ലാതാക്കണമെങ്കിൽ ബാല്യം തൊട്ടു തുടങ്ങണമാരും നാളേക്കരുത് ആത്മവിചാരം. വൃദ്ധത വന്നാലെങ്ങനെ ഇന്ദ്രിയമത്തഗജങ്ങളെ വെല്ലും മർത്യൻ. ഇതാണ് പ്രഹ്ലാദൻ തന്റെ ദൈത്യബാലന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ആശയങ്ങളുടെ സാരം. ശാസ്ത്രം പഠിക്കുന്നതിന് ബുദ്ധിയുടെ ദൃഢതയുള്ള പ്രായമുണ്ട്, അചഞ്ചലമായ ആത്മവിശ്വാസം, എന്ത് സാഹസികതകളും ചെയ്യാൻ കഴിവുള്ള ഒരു പ്രായമുണ്ട്, അചഞ്ചലമായ ആത്മവിശ്വാസം ഉൾക്കരുത്താവുന്ന ഒരു പ്രായമുണ്ട്. കൗമാര ആചരേത് പുംസ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ. ഭാഗവത ധർമ്മങ്ങൾ അനുഷ്ഠിച്ചു തുടങ്ങേണ്ടത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഭഗവാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക രണ്ട് തരത്തിലുള്ള കൗമാരവുമുണ്ട്. ശരീരത്തിന്റെ കൗമാരവുമുണ്ട്, മനസ്സിന്റെ കൗമാരവുമുണ്ട്. ഗ്രഹണധാരണ പട്ടുവാണ് ശാസ്ത്രത്തെ സംബന്ധിച്ച് കൗമാരക്കാരനെ ശാസ്ത്രം നിർവചിക്കുന്നത് ഗ്രഹണധാരണ പട്ടുത്വമുള്ള പ്രായം എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന പ്രൗഢവയസ്സിലേക്ക് എത്തിയ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഭഗവാന്റെ ദൃഷ്ടിയിൽ കൗമാരക്കാര് തന്നെയാണ്. എന്ന് വെച്ചാൽ ഗ്രഹിക്കാനും ധരിക്കാനും സാധാരണ ഉച്ചനേരത്ത് സാമാന്യം നന്നായി ഉറക്കം വരുന്ന സമയത്ത് ഗ്രഹണധാരണ പട്ടുത്വമുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കിവിടെ ഇത്രയും ശക്തമായ അവധാനതയോടെ ഇരിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ കൗമാരം ആവശ്യം തന്നെയാണ്, പക്ഷേ മനസ്സിന്റെ കൗമാരവും അത്യാവശ്യം തന്നെയാണ് എന്ന സൂചനയാവാം ഇവിടെ ഭഗവാൻ തരുന്നത്. ശക്തമായി പ്രഹ്ലാദൻ പറയുന്നു, പുതിയ തലമുറയ്ക്ക് പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യകതകൾക്കനുസരിച്ച് ശ്രീമദ് ഭാഗവതാദി ഗ്രന്ഥങ്ങളുടെ ചിന്തകളെ ഇന്നൊരു പക്ഷെ നമ്മൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ, ഞാൻ അടുത്ത കാലത്ത് ഭഗവത്ഗീതയുടെ ഒരു വലിയ വ്യാഖ്യാന സരണി തയ്യാറാക്കുന്നതിനിടയിൽ പുതിയ കാലഘട്ടത്തിലെ ഭഗവത്ഗീത വ്യാഖ്യാനങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കുകയുണ്ടായി. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ലോകത്തിലെ ബെസ്റ്റ് സെല്ലറായ ഒരു നോവലുണ്ട്. വളരെ പ്രസിദ്ധമായ നോബൽ പ്രൈസിനൊക്കെ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്ന, വേൾഡ് ബെസ്റ്റ് സെല്ലറായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ഒരു നോവലിന്റെ ആമുഖത്തിൽ, ഒരു ഇംഗ്ലീഷ് നോവലിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നത്, അതിന്റെ ഓഥർ പറയുന്നത്, ഞാൻ ഈ നോവലിന് എനിക്ക് പ്രേരണയായിട്ടുള്ളത് ഭഗവത്ഗീതയിലെ ആശയമാണ്. അതൊരു ഗോൾഫ് കളിക്കാരന്റെ കഥയാണ്. ഒരു ഗോൾഫ് കളിക്കാരൻ കുട്ടിക്കാലം മുതലേ, ഈ കൗമാരപ്രായം മുതലേ മത്സരവേദികളിൽ ഹരമായിക്കൊണ്ട് വേദികളിൽ മുഴുവൻ ജയിച്ച ചരിത്രമുള്ള ഒരു ഗോൾഫ് കളിക്കാരൻ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ഇടക്കാലത്ത് തന്റെ കളിയിൽ നിരന്തരമായി പരാജയപ്പെട്ടു പോകുന്നു. അദ്ദേഹത്തിന് ഒരു മിടുക്കനായ മെന്റർ അദ്ദേഹത്തിന്റെ അടുത്ത് വരികയും ആ ഗുരുവിന്റെ സാന്നിധ്യം കൊണ്ട് അദ്ദേഹം തന്റെ നഷ്ടപ്പെട്ടു പോയ കഴിവിനെയൊക്കെ വീണ്ടെടുത്ത് അദ്ദേഹം വേൾഡ് ചാമ്പ്യനായി മാറുകയും ചെയ്യുന്ന ആധുനിക കാലത്തോട് പുതിയ കുട്ടികളോട് പറയാവുന്ന ഒരു കഥയാണത്. പക്ഷേ അതിൽ ഓഥർ പറഞ്ഞിരിക്കുന്നു, എനിക്ക് ഏറ്റവും കൂടുതൽ പ്രേരണയായത്
കൃഷ്ണാർജുനന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ നിന്നും ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ഈ കഥ. കുട്ടിക്കാലം മുതലേ ഭാരതത്തിന്റെ സനാതന സംസ്കാരത്തെക്കുറിച്ച് ഭാഗവത ധർമ്മം അനുഷ്ഠിക്കുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടെ സ്വപ്നമെങ്കിൽ ഭാഗവത ധർമ്മം അനുഷ്ഠിക്കുന്ന കുടുംബങ്ങൾ നമുക്കുണ്ടാവണം. കൗമാര ആചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ. അവിടെ ആ അധ്യായത്തിൽ മുഴുവനും 6-ാം അധ്യായത്തിൽ മുഴുവനും പറയുന്നത് ഉന്നതമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പശുവാദികൾക്കും ഈ ലോകത്തിൽ ജീവിക്കുന്ന സാധാരണക്കാർക്കും ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള സന്തോഷം കിട്ടുന്നുണ്ട്. ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള സന്തോഷം ഈ ലോകത്തിൽ എല്ലാവർക്കും ഉണ്ടെന്നിരിക്കെ ആചാര്യസ്വാമികൾ ബ്രഹ്മസൂത്രത്തിൽ പശ്വാദിഭിശ്ച അവിശേഷാത് എന്ന് പറയുന്ന സൂത്രഭാഗം വായിച്ചാൽ ഈ ആശയം തന്നെയാണ്. ഇന്ദ്രിയങ്ങളിൽ കൂടെയുള്ള സന്തോഷം ലോകത്തെല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതിനപ്പുറത്ത് ഈ പ്രപഞ്ചത്തിലെ സമസ്ത സുഖങ്ങളും എൻ്റെ മുന്നിൽ കൊണ്ടുവച്ച് തന്നാലും എൻ്റെ ഇന്ദ്രിയങ്ങളെ ചുട്ടുപൊള്ളിക്കുന്ന ചൂടിൽ നിന്നും എനിക്ക് മോചനമുണ്ടാവില്ല. അതുകൊണ്ട് എത്രയൊക്കെ സുഖം തന്നാലും മതി എന്ന് ഞാൻ പറയില്ല. അതുകൊണ്ട് മനസ്സിനെ പരിപക്വതയിലേക്ക് നയിക്കുന്ന ഒരു സവിശേഷമായ വിദ്യാഭ്യാസം, സംസ്കാരത്തിന്റെ വിദ്യാഭ്യാസം, കുഞ്ഞിന്റെ മനസ്സിൽ കുഞ്ഞു ജനിക്കുമ്പോഴേ നല്ല വിദ്യാഭ്യാസം നൽകുവാൻ ലക്ഷക്കണക്കിന് പണം ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന അച്ഛനമ്മമാർ, അവന് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവന് നല്ല സാമ്പത്തികമുള്ള ജീവിത നിലവാരം ഉണ്ടാവണം എന്ന് കരുതുമ്പോൾ നാം മറന്നു പോകാതിരിക്കേണ്ടത് കൗമാര ആചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ. നമ്മുടെ സനാതനമായ മൂല്യങ്ങളുടെ, സത്യവും ധർമ്മവും നീതിയും ദയയും സർവജീവി സമസ്നേഹവും സഹജീവികളോടുള്ള കാരുണ്യവും നന്മയും അടങ്ങുന്ന മൂല്യത്തിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, സ്ഥിര നിക്ഷേപങ്ങൾ ഈ കുഞ്ഞിന്റെ മനസ്സിലിടാൻ സാധിച്ചാൽ നാം സൃഷ്ടിക്കുന്നത് ഒരു ഭാഗവത സമൂഹത്തെയായിരിക്കും. ഭാഗവതം വായിക്കുന്നത് പോലെ, ഭാഗവതം പ്രചരിപ്പിക്കുന്നത് പോലെ ഏറ്റവും മഹത്തരമായ കർമ്മമാണ് ഭാഗവത സമ്പന്നരായ ഒരു പുതിയ തലമുറയുടെ സൃഷ്ടിയും. അവനവന്റെ മനസ്സിൽ, അവനവന്റെ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് ഈ ശക്തമായ ആശയങ്ങൾ കൊണ്ടുചെല്ലുമ്പോഴാണ്. കാരണം നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൃദ്ധത വന്നാൽ എങ്ങനെ ഇന്ദ്രിയമത്തഗജങ്ങളെ വെല്ലും മർത്യൻ. ഇന്ദ്രിയമത്തഗജങ്ങളെ വെല്ലുവാൻ ശരീരത്തിന്റെ വൃദ്ധാവസ്ഥയിലെത്തിയ ഒരാൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ശക്തമായ ദൃഢമായ ബോധത്തോടു കൂടിയിട്ട് കൗമാരപ്രായത്തിൽ തന്നെ ആചരിക്കണം എന്ന് ദൃഢമായ ചിന്ത പ്രഹ്ലാദൻ തൻ്റെ സഹ വിദ്യാർത്ഥികളുമായി പങ്കിടുന്നു. നമ്മൾ അസുരന്മാരാണ്. നമ്മുടെ ആസുരികതയെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഒരു നിമിഷം കൊണ്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് നാം കുട്ടിക്കാലം മുതലേ ഒരു ഭാഗവത സമൂഹം ലക്ഷ്യം വെച്ചുകൊണ്ട്, ഭാഗവത ധർമ്മം ആചരിക്കുന്ന സമൂഹം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ കുഞ്ഞിന്റെ മനസ്സിൽ ആത്മവിശ്വാസത്തിന്റെയും വീര്യത്തിന്റെയും ആശയങ്ങളെ നമുക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കണമെന്നാണ് പ്രഹ്ലാദ കഥ സൂചിപ്പിക്കുന്നത്. അവിടെ നിന്നും പ്രഹ്ലാദൻ തൻ്റെ ആശയത്തെ അവതരിപ്പിക്കുന്നത് എന്താണ് ഈ ആചരണത്തിന് കാരണമായ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കാരണമായ ദൃഢഭക്തി എന്നാണ്. പ്രഹ്ലാദൻ സങ്കല്പിക്കുന്ന ദൃഢഭക്തി ഭാഗവതത്തിൽ എപ്പോഴും പ്രചരിപ്പിക്കുന്ന നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക് എന്ന ഭാഗവത തത്വമായ ഗോപികാനന്ദനായ ഒരു കൃഷ്ണനിലുള്ള ഭക്തിയല്ല ഇവിടെ പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കുന്നത്. മറിച്ച് പ്രപഞ്ചത്തിലെ സമസ്ത ജീവരാശികൾക്കും കാരണഭൂതനായ നിന്റെയുള്ളിൽ സത്തയായി, ചൈതന്യമായി, ഊർജമായി, നിന്റെ സമസ്ത പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, നിന്നോട് ഏറ്റവും അടുത്തിരിക്കുന്ന നിന്റെ തന്നെ ആത്മചൈതന്യത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം, അതാണ് ഭഗവാനിലുള്ള വിശ്വാസം. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസമാണ് ഈശ്വര വിശ്വാസം. വിവേകാനന്ദ സ്വാമികൾ പുതിയ തലമുറയോട് പ്രഖ്യാപിച്ചു, ആത്മവിശ്വാസം തന്നെയാണ് ഈശ്വര വിശ്വാസവും. ഈശ്വരവിശ്വാസമുള്ള ഒരു തലമുറയെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസമുള്ള ഒരു തലമുറയെ ഉണ്ടാക്കുക എന്നാണ്. പ്രഹ്ലാദൻ സാഹചര്യങ്ങളിൽ അച്ഛനേൽപ്പിച്ച പ്രഹരങ്ങളിലൊന്നും നടുങ്ങിയില്ല എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുന്നത് അവനിലെ ദൃഢഭക്തി അവനു നൽകിയ ആത്മവിശ്വാസമായിരുന്നു.
അതുകൊണ്ട് തന്നെ ഭക്തി ക്ഷേത്രത്തിൽ പോയി ജീവിക്കുന്ന ക്ഷേത്രോപജീവികളെ മാത്രം സൃഷ്ടിക്കുന്ന ഒന്നല്ല. ക്ഷേത്രത്തിൽ പോയി എല്ലാ ദിവസവും തൊഴുകയും ക്ഷേത്രത്തിൽ പോയി പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്ന ക്ഷേത്രവിശ്വാസികളെ മാത്രമല്ല ഭക്തി സൃഷ്ടിക്കുന്നത്. ക്ഷേത്രം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്, അതും നിലനിൽക്കണം. പക്ഷേ ഭക്തി സൃഷ്ടിക്കുന്നത് ഭഗവാൻ അന്തരാത്മാവാണെന്നറിഞ്ഞുകൊണ്ട് സമസ്ത ജീവരാശികളിലും സ്നേഹം, സമസ്ത ജീവജാലങ്ങളിലും സർവജീവി സമസ്നേഹത്തിന്റെ തത്വമാണ് പ്രഹ്ലാദൻ പറയുന്ന തത്വം. ആ ഭാഗവത ധർമ്മം, ആ ഭാഗവത ഭക്തി തൻ്റെ ദൈത്യന്മാരായ അസുരന്മാരായ സുഹൃത്തുക്കൾക്ക് ഉപദേശിച്ചുകൊണ്ട് ആത്മസ്വരൂപം, ആത്മാ നിത്യോ അവ്യയ ശുദ്ധ ഏക ക്ഷേത്രജ്ഞ ആശ്രയ അവിക്രിയ സ്വദൃക് ഹേതുർ വ്യാപകോ എന്ന് തുടങ്ങുന്ന ആത്മസ്വരൂപത്തെ വർണ്ണിക്കുന്ന, ബ്രഹ്മസ്വരൂപത്തെ വർണ്ണിക്കുന്ന ആശയങ്ങളിലൂടെ ഇത് അദ്വയ ഭക്തിയാണ്. ഭക്തിയിൽ എപ്പോഴും ആത്മനിവേദനം എന്ന തലത്തിൽ നിൽക്കുമ്പോഴും ഭക്തിയിൽ ദ്വൈതമുണ്ട്. ഞാനും ഭഗവാനും എന്ന ദ്വൈതം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പ്രഹ്ലാദന്റെ ഭക്തി അദ്വൈത ഭക്തിയാണ്. ഇവിടെ ഭംഗിയായി അന്വയ വ്യതിരേക ദൃഷ്ടാന്തങ്ങളിലൂടെ മനസ്സിനെ ദൃഢപ്പെടുത്തുന്ന ഉദാഹരണം പറയുന്നുണ്ട് ഭാഗവതത്തിൽ. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ ഈ പ്രഹ്ലാദ ചരിതത്തിന്റെ ഒരു സാർത്ഥകമായ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ പ്രപഞ്ചത്തിലെ സമസ്ത ജീവരാശികളും അവനവന്റെ തന്നെ ഭാഗമാണ് എന്ന് കണ്ടുകൊണ്ടുള്ള ദൃഢമായ ഭക്തി ഒരാളെ എത്തിക്കുന്നത് അദ്വൈത ബോധത്തിലേക്കാണ്. നിഷിധ്യ നിഖിലോപാധീൻ നേതി നേതീതി വാക്യത എന്ന് ആചാര്യസ്വാമികൾ ആത്മബോധത്തിൽ പറയുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലെ സമസ്ത നിഖിലമായ ദ്വൈത പ്രപഞ്ചത്തെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒന്ന് എന്ന് തിരിച്ചറിയിപ്പിക്കുന്ന ഭക്തിയാണ്. അതുകൊണ്ട് അതോ ഹരേ ഭഗവതി തതോ ഹരേ ഭഗവതി ഭക്തിം കുരു തദാനവ ആത്മൗപമ്യേന സർവത്ര സർവഭൂതാത്മനീശ്വരേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആശയത്തെ ഉപസംഹരിക്കുമ്പോൾ ആത്മൗപന്യേന സർവത്ര സർവഭൂതാത്മനീശ്വരേ, ഇത് പ്രഹ്ലാദന്റെ ദൃഢഭക്തിയുടെ ഏറ്റവും ആശയപ്രധാനമായ വാക്കാണ്. ഈ പ്രപഞ്ചത്തിൽ സമസ്തയിടത്തും ആത്മതുല്യമായ ഭാവത്തോടു കൂടിയിട്ട് എന്നിൽ നിന്ന് അതീതമായി വ്യതിരിക്തമായി മന്നിലൊന്നും ഉണ്ടായിട്ടില്ല എന്ന ഭഗവാന്റെ പ്രഖ്യാപനം ഭക്തൻ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ തന്നെ ഭാഗമാണ് ഏകാന്ത ഭക്തർ ഗോവിന്ദേ യത് സർവത്ര തദീക്ഷണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭക്തി അവസാനിപ്പിക്കുന്നത്. ഗോവിന്ദേ ഏകാന്ത ഭക്തി യത് സർവത്ര തദീക്ഷണം, പ്രപഞ്ചം മുഴുവൻ നീ തന്നെയാണ് എന്ന തിരിച്ചറിവിലേക്ക് ഭക്തൻ ഉയരണം. പ്രപഞ്ചം മുഴുവൻ നീ തന്നെയാണ് എന്ന തിരിച്ചറിവിലേക്ക് ഭക്തൻ ഉയരുമ്പോഴാണ് പ്രപഞ്ചഗ്രാഹകമായ ശക്തിയായ നരസിംഹാവതാരം നമ്മുടെയൊക്കെ ഉള്ളിൽ സംഭവിക്കുന്നത്. നരസിംഹത്തിന്റെ ഘോരമായ ഭാവങ്ങൾ കണ്ട് പേടിക്കാതിരുന്നത് ഭക്തൻ മാത്രമാണ്. അതുകൊണ്ട് നരസിംഹാവതാരത്തിന്റെ മാനസിക പരിപക്വതയിലേക്ക് ഭക്തൻ ഉയരണമെങ്കിൽ തൂണിലും, കുട്ടിക്കാലം മുതലേ നമ്മൾ പറയുന്ന വാക്കാണ്, എവിടെയാ നിന്റെ ഈശ്വരൻ എന്ന് ചോദിച്ചു. അപ്പൊ പ്രഹ്ലാദൻ പറഞ്ഞു തുണിലും തുരുമ്പിലും നിന്റെ ഈശ്വരൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒരു വലിയ ഗത കൊണ്ട് ഹിരണ്യകശിപു ആ മുമ്പിൽ നിന്ന്, പണ്ട് ഞാൻ കുട്ടിക്കാലത്തേക്ക് ഈ നഴ്സറി ക്ലാസ്സിൽ കഥ പറയായിരുന്നു. അപ്പൊ ഹിരണ്യകശിപു ആ വലിയ ഗത കൊണ്ട് ആ മുമ്പിൽ നിന്ന് തൂൺ അങ്ങോട്ട് തട്ടി പൊളിച്ചു. ആ തൂണിൽ നിന്നും സ്തംഭേ ഘട്ടയതോ, ഇങ്ങനെ ന മൃഗാത്മകം ന മനുജാകാരം വപുസ്തേ വിപോ, മൃഗാത്മകവും മനുജാകാരവും ഒക്കെയായ, അതൊന്നുമല്ലാത്ത അതിനൊക്കെ അപ്പുറത്തായ വലിയ അലർച്ചയോടുകൂടി നരസിംഹാവതാരമുണ്ടായി. എങ്ങനെയാണ് ഈ തൂണിലും തുരുമ്പിലും ഭഗവാൻ ഉണ്ട് എന്ന് പറയാനുള്ള ദൃഢമായ അവസ്ഥയിലേക്ക് ഇത്രയൊക്കെ പീഡനങ്ങൾ സഹിച്ചിട്ടും പ്രഹ്ലാദൻ വന്നത്? അത് വരാൻ കാരണം പ്രഹ്ലാദന്റെ ദൃഢമായ കൗമാരത്തിലെ ആചരിക്കണമെന്ന് പ്രഹ്ലാദൻ തൻ്റെ അനുഭവത്തിലൂടെ, താൻ ഉള്ളിൽ വെച്ച് തന്നെ ആചരിച്ചിരുന്നു. അതുകൊണ്ട് തൻ്റെ അനുഭവത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ്. നാം ത്തിലൂടെ ഒന്ന് ഓടിച്ച് സഞ്ചരിച്ചു മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ പറയുവാൻ ആഗ്രഹിച്ചുള്ളൂ. ഞങ്ങളെപ്പോലുള്ള
പുതിയ തലമുറയോട് നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർ എപ്പോഴും വേദനയോടെ തിരിച്ചറിയുന്നത്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പല പഴയ തലമുറയിലെ ആൾക്കാരും വേദനയോടെ പുതിയ തലമുറയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, മൂല്യങ്ങളിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും ഒക്കെ അകന്നു പോകുന്ന ഒരു പുതിയ തലമുറ ഈ നാടിന്റെ ശാപമാണ് എന്ന് നിരന്തരമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഉത്തരം പ്രഹ്ലാദനിലൂടെ നമ്മുടെ പുരാണകർത്താക്കന്മാർ നമുക്ക് തരുന്നു. ഭാഗവത ധർമ്മം, ജീവിതധർമ്മം, ആത്മവിശ്വാസത്തിന്റെ മന്ത്രം, ജീവിതത്തെക്കുറിച്ച് ലൈഫ് സ്കിൽസിന്റെ മന്ത്രമാണത്. ജീവിതത്തെ സക്സസ്ഫുൾ ജീവിതത്തിലേക്ക് നയിക്കുന്നതിനുള്ള, ജീവിതത്തെ ഭംഗിയായി അനുഭവിച്ച് തിരിച്ചറിഞ്ഞ് ഉന്നതമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നതിനുള്ള ആത്മവിശ്വാസം കൊടുക്കുന്ന അറിവിന്റെ ബീജാക്ഷരങ്ങൾ, അറിവിന്റെ ഭാഗവത ധർമ്മങ്ങൾ, അറിവിന്റെ ജീവിതഗന്ധിയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ കൗമാര പ്രായത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ അവർ സൃഷ്ടിക്കുന്ന ലോകം, അവരിൽ നിന്നും ഉണ്ടാവുന്ന ലോകം, അവർ ജീവിക്കുന്ന ലോകം, അവർ ഇടപെടുന്ന ലോകം, അത് ശ്രീയുടെയും വിജയത്തിന്റെയും ഭൂതിയുടെയും ധ്രുവമായ നീതിയുടെയും ലോകമായിരിക്കും. അത്തരത്തിലുള്ള ഒരു ലോകവ്യവസ്ഥയാണ് ശ്രീമദ് ഭാഗവതം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് രാജാകുമാരന് പറഞ്ഞു കൊടുത്തത്. അവന് സമൂഹത്തിൽ അധികാരം കൈയാളുന്ന ഒരു തലത്തിലേക്ക് ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഇനി ഹിരണ്യകശിപുവിൽ നിന്നും നടന്നത് എന്തായിരുന്നു? ഇനി നടന്നത് പ്രഹ്ലാദന്റെ ഭരണമായിരുന്നു, ഭക്തന്റെ ഭരണമായിരുന്നു. ഭാഗവത ധർമ്മം നൽകുന്ന ഉൾക്കരുത്തുള്ള ഭക്തന്റെ ഭരണമാണ് നടന്നത്. അതുതന്നെയാണ് ഭാഗവതം വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരുമിച്ചു കൂടിയ 1000 മനസ്സുകളിൽ നിന്നും ഒരു ഭാഗവത സമൂഹം ഉണ്ടാക്കാൻ സാധിക്കണം. സ്വാമിജിയെ പോലുള്ള സങ്കല്പധന്യതയോടുകൂടി സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഋഷി മനസ്സുകൾ നമുക്ക് തരുന്ന പാഠം, ഇവിടെ 10 ദിവസം കൂടിയിരിക്കുമ്പോൾ നാം ഉൾക്കൊള്ളേണ്ട പാഠം, അത് ഭാഗവത കുടുംബ നിർമ്മിതിക്ക്, ഭാഗവത സമാജ നിർമ്മിതിക്ക്, ഭാഗവത രാഷ്ട്ര നിർമ്മിതിക്ക്, ഭാഗവത ധർമ്മം അനുഷ്ഠിക്കുന്ന ഒരു രാഷ്ട്ര നിർമ്മിതിക്കുള്ള ഉൾക്കരുത്താവണം, തിരിച്ചറിവുകളാവണം. അതിന് സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സജ്ജനങ്ങളുടെ മുഴുവൻ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഈ ആശയത്തിന്റെ വിപുലീകരണം, ഞാൻ നിരന്തരമായി ഭാഗവതം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയല്ല, അതുകൊണ്ട് തന്നെ അക്കാദമികമായ രീതിയിലാണ് പലപ്പോഴും കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പക്വതക്കുറവ് വാക്കുകളിലുണ്ടാവാം. ഗുരുക്കന്മാർ ക്ഷമിക്കുമെന്ന വിശ്വാസത്തോടു കൂടിയിട്ട് വാക്കുകൾ ഗുരുപരമ്പരയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. നമസ്കാരം.